വാർ സ്റ്റോറി ടെല്ലിംഗ് ഓഡിയോ ബുക്ക് ഭാഗം 1. അഡ്രിയാറ്റിക്കിലെ കൊടുങ്കാറ്റ്. അധ്യായം 1. കടൽക്കൊള്ളക്കാരുടെ രാജ്ഞി. ക്രിസ്തുവിനു മുൻപ് 231 ആണ്ട്. മെഡിറ്ററേനിയൻ കടലിന്റെ നീലിമയ്ക്ക് മുകളിൽ സൂര്യൻ ഉദിച്ചുയരുമ്പോൾ അതൊരു ശാന്തമായ പ്രഭാതമാണെന്ന് തോന്നിയേക്കാം. എന്നാൽ ആ ശാന്തത ഒരു നേർത്ത ആവരണം മാത്രമായിരുന്നു. അതിനടിയിൽ അധികാരത്തിനും സമ്പത്തിനും വേണ്ടിയുള്ള അടങ്ങാത്ത മോഹങ്ങളുടെയും വഞ്ചനയുടെയും ഒരു കൊടുങ്കാറ്റ് രൂപം കൊള്ളുന്നുണ്ടായിരുന്നു. പടിഞ്ഞാറ് കാർത്തേജിന്റെ നാവികഗർവിനെ സിസിലിയുടെ തീരങ്ങളിൽ തകർത്തെറിഞ്ഞ റോമൻ റിപ്പബ്ലിക് എന്ന യുവശക്തി ഒരു വിശന്ന കഴുകനെപ്പോലെ പുതിയ ഇരകളെ തേടി ചിറകുവിടർത്തി. കിഴക്ക് അലക്സാണ്ടർ ചക്രവർത്തിയുടെ മഹത്തായ സാമ്രാജ്യത്തിന്റെ ശവപ്പറമ്പിൽ നിന്നുയർന്നുവന്ന 3 ഹെലനിസ്റ്റിക് ഭീമന്മാർ, മാസിഡോൺ, ടൊളേമിക് ഈജിപ്റ്റ്, സെല്യൂട്ട് സാമ്രാജ്യം, പരസ്പരം നിഴലുകളെപ്പോലും അവിശ്വസിച്ചുകൊണ്ട് നിലകൊണ്ടു. ഈ വൻശക്തികളുടെ നിഴലുകൾക്കിടയിൽ അഡ്രിയാറ്റിക് കടലിന്റെ കിഴക്കൻ തീരത്ത് പരുക്കൻ മലനിരകളാലും നിഗൂഢമായ ഉൾക്കടലുകളാലും നിറഞ്ഞ ഇല്ലീറിയ എന്നൊരു നാടുണ്ടായിരുന്നു. പകുതി പരിഷ്കൃതരും എന്നാൽ കടലിന്റെ മക്കളും യുദ്ധവീരത്തിൽ ആർക്കും പിന്നിലല്ലാത്തവരുമായ ഗോത്രങ്ങളുടെ നാട്. ഗ്രീക്ക് സംസ്കാരത്തിന്റെ കാറ്റ് അവരുടെ തീരങ്ങളിൽ തട്ടിയിരുന്നു. എങ്കിലും ഇല്ലീറിയയുടെ ഹൃദയം അപ്പോഴും പഴയ ഗോത്ര നിയമങ്ങളിലും തലവന്മാരുടെ ഇരുമ്പുമുഷ്ടിയിലുമായിരുന്നു. ഈ ഗോത്രങ്ങൾക്കിടയിൽ അർദിയൈ എന്ന വിഭാഗം അഗ്രോൺ എന്ന കരുത്തനായ രാജാവിന് കീഴിൽ ഒരു കൊടുങ്കാറ്റുപോലെ ഉയർന്നുവന്നു. അഗ്രോണിന്റെ ലെംബൂർണി എന്നറിയപ്പെട്ടിരുന്ന വേഗതയേറിയതും ചെറുതുമായ കപ്പലുകൾ അഡ്രിയാറ്റിക്കിലെ തിരമാലകളെ കീറിമുറിച്ചു. അയൽരാജ്യമായ എപ്പിരസിന്റെ സമ്പന്നമായ നഗരങ്ങൾ അവർ കൊള്ളയടിച്ചു. വിജയലഹരിയിൽ പെല്ലിയോണിലെ യുദ്ധവിജയം ആഘോഷിക്കാൻ അഗ്രോൺ ഒരുക്കിയ വിരുന്നിൽ അയാൾ അമിതമായി മദ്യപിച്ച് രക്തം ഛർദ്ദിച്ചു മരിച്ചു. അതൊരു സ്വാഭാവിക മരണമായിരുന്നോ അതോ കൊലപാതകമായിരുന്നോ എന്ന് ചരിത്രത്തിന് ഉറപ്പില്ല. അഗ്രോണിന്റെ മരണത്തോടെ സിംഹാസനം ശൂന്യമായി. ആ ശൂന്യതയിലേക്ക് ഒരു സ്ത്രീയുടെ നിഴൽ പതിയെ ഉയർന്നു. അഗ്രോണിന്റെ 2ാം ഭാര്യ ട്യൂട്ട. ഉരുക്കുപോലുള്ള നിശ്ചയദാർഢ്യവും കരിങ്കല്ലിൽ കൊത്തിയതുപോലുള്ള മുഖവുമുള്ള ആ സ്ത്രീ തന്റെ പിഞ്ചു കുഞ്ഞിന്റെ റീജന്റായി സ്വയം പ്രഖ്യാപിച്ചു. ഇല്ലീറിയയുടെ ഭരണം ഒരു രാജ്ഞിയുടെ കയ്യിലായി. ട്യൂട്ടയുടെ ഭരണം ഇല്ലീറിയൻ കടൽ കൊള്ളക്കാർക്ക് ഒരു സുവർണകാലം സമ്മാനിച്ചു. എന്റെ പ്രജകൾ കടലിൽ നിന്ന് നേടുന്ന കൊള്ള അവരുടെ സ്വകാര്യ സമ്പാദ്യമാണ്. അതിൽ ഭരണകൂടം ഇടപെടില്ല, അവർ പ്രഖ്യാപിച്ചു. അതൊരനുവാദമായിരുന്നു. രാജ്ഞിയുടെ മൗനാനുവാദത്തോടെ ഇല്ലീറിയൻ കപ്പലുകൾ അഡ്രിയാറ്റിക്കിലെ വ്യാപാരപാതകളിൽ മരണത്തിന്റെ ദൂതന്മാരായി. ഗ്രീക്ക് റോമൻ വ്യാപാരികളുടെ കപ്പലുകൾ ഒന്നിനു പുറകെ ഒന്നായി ആക്രമിക്കപ്പെട്ടു. ചരക്കുകൾ കൊള്ളയടിക്കപ്പെട്ടു. ആളുകൾ അടിമകളാക്കപ്പെട്ടു. റോമിലെ സെനറ്റ് മന്ദിരത്തിൽ ഈ വാർത്തകളെത്തിയപ്പോൾ രോഷത്തിന്റെ അലകൾ ഉയർന്നു. വ്യാപാരികളുടെ നഷ്ടം റിപ്പബ്ലിക്കിന്റെ ഖജനാവയെ ബാധിച്ചു തുടങ്ങിയിരുന്നു. സെനറ്റ് പതിവുപോലെ ആദ്യം നയതന്ത്രത്തിന്റെ വഴി തിരഞ്ഞെടുത്തു. ഗായസ് ലൂസിയസ് കൊറൻകാനിയസ് എന്ന 2 സഹോദരന്മാരെ അവർ ട്യൂട്ടയുടെ കൊട്ടാരത്തിലേക്ക് അയച്ചു. സ്കോട്രയുടെ കുന്നിൻമുകളിലുള്ള ട്യൂട്ടയുടെ കൊട്ടാരത്തിൽ വെച്ച് അവർ രാജ്ഞിയെ കണ്ടു. ഗായസ് ഗർവത്തോടെ ആവശ്യപ്പെട്ടു, ഇല്ലീറിയൻ കൊള്ളക്കാർ ഞങ്ങളുടെ കപ്പലുകളെ ആക്രമിക്കുന്നത് ഉടനടി നിർത്തണം. ഇത് റോമിന്റെ അന്ത്യശാസനമാണ്. ട്യൂട്ടയുടെ മുഖത്ത് പുച്ഛം നിറഞ്ഞു. അവർ സിംഹാസനത്തിൽ നിവർന്നിരുന്നു. എന്റെ പ്രജകൾ കടലിൽ എന്തു ചെയ്യുന്നു എന്നത് എന്റെ രാജ്യത്തിന്റെ സ്വകാര്യ കാര്യമാണ്. അതിലിടപെടാൻ റോമിന് എന്തധികാരമാണുള്ളത്? ഒരു രാജാവിനോ രാജ്ഞിക്കോ തങ്ങളുടെ പ്രജകളുടെ സ്വകാര്യ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാനാവില്ല. ഇളയ സഹോദരൻ ലൂസിയസ് മുന്നോട്ടു വന്നു. അവന്റെ ശബ്ദത്തിൽ യൗവനത്തിന്റെ തിളപ്പുണ്ടായിരുന്നു. റോമിൽ അങ്ങനെയല്ല രാജ്ഞി. അവിടെ സ്വകാര്യ വ്യക്തികൾ വരുത്തിവെക്കുന്ന നഷ്ടങ്ങൾക്ക് ഭരണകൂടം പരിഹാരം കാണും. നിങ്ങളുടെ പ്രജകളെ നിങ്ങൾ നിയന്ത്രിക്കാൻ തയ്യാറായില്ല എങ്കിൽ റോമിന് നിങ്ങളുടെ രാജ്യത്തെ നിയമങ്ങൾ മാറ്റിയെഴുതേണ്ടി വരും. ആ വാക്കുകൾ ട്യൂട്ടയെ കോപാകുലയാക്കി. ഒരു ചെറുപ്പക്കാരനായ വിദേശി തന്നെ ഭീഷണിപ്പെടുത്തുന്നത് അവർക്ക് സഹിക്കാനായില്ല. നിങ്ങളുടെ ഭീഷണികൾക്ക് മുൻപിൽ തലകുനിക്കുന്നവളല്ല ഈ ട്യൂട്ട, അവരല്ലറി. ചർച്ചകൾ അതോടെ അവസാനിച്ചു. അപമാനിതരായ ദൂതന്മാർ മടങ്ങി. എന്നാൽ മടക്കയാത്രയിൽ അവരുടെ കപ്പലിനെ ഒരു ഇല്ലീറിയൻ കപ്പൽ പിന്തുടർന്നാക്രമിച്ചു. ആ ഏറ്റുമുട്ടലിൽ
ധിക്കാരിയായ ലൂസിയസ് കൊറൻഗാനിയസ് കൊല്ലപ്പെട്ടു. അതൊരു തീപ്പൊരിയായിരുന്നു. റോമിന്റെ അഭിമാനത്തിനേറ്റ മുറിവ്. ഒരു ദൂതന്റെ മരണം യുദ്ധത്തിനുള്ള ആഹ്വാനമായി സെനറ്റ് കണ്ടു. അധ്യായം 2. റോമൻ കഴുകന്റെ വരവ്. ക്രിസ്തുമുൻ 229 ആണ്ട് 200 കപ്പലുകളിൽ 22,000 പേരടങ്ങുന്ന ഒരു വൻ റോമൻ സൈന്യം അഡ്രിയാറ്റിക് കടൽ കടന്നു. അതൊരു സൈനിക നീക്കമെന്നതിലുപരി റോമിന്റെ പാഠപ്രദർശനം കൂടിയായിരുന്നു. ഇല്ലീറിയൻ തീരത്ത് റോമൻ കഴുകന്റെ ചിഹ്നമുള്ള പടക്കുട്ടികൾ ഉയർന്നപ്പോൾ ട്യൂട്രയുടെ ആത്മവിശ്വാസത്തിന് ഇളക്കം തട്ടി. യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് തന്നെ റോം ഒരു നിർണായക നീക്കം നടത്തി. ട്യൂട്ടയുടെ ഏറ്റവും വിശ്വസ്തനായ സൈന്യാധിപന്മാരിൽ ഒരാളും കോർസിറ ദ്വീപിന്റെ ഗവർണറുമായിരുന്ന ഫറോസിലെ ഡെമേത്രിയസ് എന്ന ഗ്രീക്കുകാരനുമായി അവർ രഹസ്യമായി ബന്ധപ്പെട്ടു. അധികാരമോഹിയായ ഡെമേത്രിയസ് മാറുന്ന കാറ്റിന്റെ ഗതിയറിഞ്ഞു. അയാൾ റോമൻ പക്ഷത്തേക്ക് കൂറുമാറി. കോർസിറ ദ്വീപ് യുദ്ധം കൂടാതെ റോമിന് ലഭിച്ചു. അതൊരു വലിയ തിരിച്ചടിയായിരുന്നു. കരയിൽ നടന്ന യുദ്ധങ്ങളിൽ ട്യൂട്ടയുടെ ഗോത്രസൈന്യം റോമൻ ലീജിയണുകളുടെ അച്ചടത്തിനും യുദ്ധതന്ത്രങ്ങൾക്കും മുന്നിൽ തകർന്നു തരിപ്പണമായി. വസന്തമായപ്പോഴേക്കും ട്യൂട്ടയ്ക്ക് കീഴടങ്ങുകയല്ലാതെ മറ്റ് മാർഗമില്ലായിരുന്നു. റോം മുന്നോട്ടുവച്ച സമാധാന ഉടമ്പടി അപമാനികരമായിരുന്നു. ഇല്ലീറിയൻ രാജ്യം പല കഷണങ്ങളായി വിഭജിക്കപ്പെട്ടു. തെക്കൻ അഡ്രിയാറ്റിക്കിൽ ആയുധങ്ങളുമായി കപ്പലോടിക്കുന്നതിൽ ഇല്ലീറിയൻകാരെ വിലക്കി. ട്യൂട്ടയുടെ അധികാരം നാമമാത്രമായി. റോം അവരുടെ സൈന്യത്തെ പിൻവലിച്ചു. പക്ഷേ അവരുടെ സൗഹൃദം, അമേട്ടിയ എന്ന വാക്ക് അവിടെ അവശേഷിച്ചു. അതൊരു വാഗ്ദാനമല്ലായിരുന്നു, മറിച്ചൊരു മുന്നറിയിപ്പായിരുന്നു. റോമിന്റെ സുഹൃത്തായി മാറുക എന്നാൽ അവരുടെ ഒരു സാമന്തരാജ്യമായി മാറുക എന്നായിരുന്നു അർത്ഥം. ഈ യുദ്ധത്തിലെ യഥാർത്ഥ വിജയി ഫറോസിലെ ഡെമേത്രിയസ് ആയിരുന്നു. കൂറുമാറ്റത്തിന് പ്രതിഫലമായി റോം അയാൾക്കൊരു ചെറിയ സ്വതന്ത്ര രാജ്യം നൽകി. എന്നാൽ ഡെമേത്രിയസിന്റെ മോഹങ്ങൾ ആ ചെറിയ രാജ്യത്തിൽ ഒതുങ്ങിയില്ല. റോമിന്റെ ശ്രദ്ധ വടക്ക് ഗോളുകളുമായുള്ള യുദ്ധത്തിലേക്ക് തിരിഞ്ഞപ്പോൾ ഡെമേത്രിയസ് തന്റെ പഴയ യജമാനത്തിയുടെ വഴി പിന്തുടരാൻ തുടങ്ങി. അയാൾ അർദിയൈ രാജകുടുംബത്തിലേക്ക് വിവാഹം കഴിക്കുകയും വിഭജിക്കപ്പെട്ട ഇല്ലീറിയൻ ഗോത്രങ്ങളെ വീണ്ടും ഒരുമിപ്പിക്കുകയും ചെയ്തു. പഴയ ഉടമ്പടി കാറ്റിൽ പറത്തിക്കൊണ്ട് 90 കപ്പലുകളുമായി അയാൾ വീണ്ടും കടൽക്കൊള്ള ആരംഭിച്ചു. റോമിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഒറ്റിക്കൊള്ളുമായിരുന്നു. തങ്ങൾ വളർത്തിയ പാമ്പ് തങ്ങൾക്കെതിരെ തിരിഞ്ഞുകൊത്തുന്നത് അവർക്ക് സഹിക്കാനായില്ല. ക്രിസ്തുവിൻ 219 ആണ്ട് കാർത്തേജുമായി മറ്റൊരു യുദ്ധം പടിമാതൽക്കൽ നിൽക്കുന്ന സമയത്തായിരുന്നു റോം ഡെമേത്രിയസിന് ഒരു പാഠം പഠിപ്പിക്കാൻ തീരുമാനിച്ചത്. റോമൻ സൈന്യം വീണ്ടും ഇല്ലീറിയയിലെത്തി. ഡെമേത്രിയസിന്റെ കോട്ടകൾ ഒന്നൊന്നായി നിലം കൊണ്ടു. ഒടുവിൽ ഒരു രഹസ്യ തുരങ്കത്തിലൂടെ രക്ഷപ്പെട്ട ഡെമേത്രിയസ് തന്റെ കുടുംബത്തെയും രാജ്യത്തെയും റോമിന്റെ കാൽ കീഴിൽ ഉപേക്ഷിച്ച് പലായനം ചെയ്തു. അയാൾ അഭയം തേടിയത് തെക്ക് മാസിഡോണിലെ യുവരാജാവായ ഫിലിപ്പ് അഞ്ചാമന്റെ കൊട്ടാരത്തിലായിരുന്നു. അഡ്രിയാറ്റിക്കിലെ ആ കൊടുങ്കാറ്റ് തൽക്കാലത്തേക്ക് ശമിച്ചു. എന്നാൽ ഡെമേത്രിയസ് എന്ന ആ രാഷ്ട്രീയ അഭയാർത്ഥി ഫിലിപ്പ് അഞ്ചാമന്റെ ചെവിയിലോതിയ വിഷമന്ത്രങ്ങൾ മെഡിറ്ററേനിയൻ ലോകത്തെ ആകെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു പുതിയ, കൂടുതൽ വിനാശകരമായ ഒരു കൊടുങ്കാറ്റിന്റെ തുടക്കമായിരുന്നു. റോമും മാസിഡോണും തമ്മിലുള്ള ആനകളുടെ പോരാട്ടത്തിന് അരങ്ങൊരുങ്ങുകയായിരുന്നു. ഭാഗം 2. മാസിഡോണിലെ സിംഹം. അധ്യായം 3. പെല്ലയിലെ നിഴലുകൾ. മാസിഡോണിന്റെ തലസ്ഥാനമായ പെല്ലയിലെ രാജകൊട്ടാരം പ്രൗഢഗംഭീരമായിരുന്നു. അലക്സാണ്ടർ ചക്രവർത്തിയുടെ ഓർമ്മകൾ തങ്ങിനിന്ന ആ ഇടനാടികളിലൂടെ അന്ന് നടന്നത് ഫിലിപ്പ് അഞ്ചാമൻ എന്ന യുവരാജാവായിരുന്നു. കൗമാരം വിട്ട് മാറിയിട്ടില്ലാത്ത ആ കണ്ണുകളിൽ ലോകം കീഴടക്കാനുള്ള അടങ്ങാത്ത മോഹങ്ങൾ ജ്വലിച്ചു നിന്നിരുന്നു. ബുദ്ധികുർമ്മയും ധൈര്യവുമൊത്തിണിഞ്ഞ ഫിലിപ്പ് തന്റെ പൂർവികരുടെ പ്രതാപം വീണ്ടെടുക്കാൻ കഴിവുള്ളവനാണെന്ന് പലരും വിശ്വസിച്ചു. എന്നാൽ ആ യുവത്വത്തിന് തിളപ്പിന് ദിശാബോധം നൽകാൻ ഒരനുഭവ സമ്പന്നനായ ഉപദേശകന്റെ അഭാവം അവിടെയുണ്ടായിരുന്നു. ആ ശൂന്യതയിലേക്കാണ് ഫറോസിലെ ഡെമേത്രിയസ് എന്ന കുറുക്കൻ കടന്നുവന്നത്. റോമിന്റെ കരുണയിൽ നിന്ന് ഭ്രഷ്ടനാക്കപ്പെട്ട് പ്രതികാരദാഹവുമായി അലഞ്ഞ ഡെമേത്രിയസ് ഫിലിപ്പിൽ തന്റെ ലക്ഷ്യം കണ്ടു. വെറുമൊരഭയാർത്ഥിയായിരുന്നില്ല അയാൾ. ഗ്രീക്ക് ലോകത്തെ രാഷ്ട്രീയ ചതുരംഗക്കളിയുടെ കറുനീക്കങ്ങൾ അയാൾക്ക് മനഃപാഠമായിരുന്നു. പ്രഭു എന്നൊരു തണുത്ത രാത്രിയിൽ രാജാവിന്റെ സ്വകാര്യമുറിയിലെ എണ്ണവിളക്കിന്റെ അരണ്ട വെളിച്ചത്തിൽ ഡെമേത്രിയസ് മന്ത്രിച്ചു, അങ്ങേ ഗ്രീസിലെ ഈ ചെറിയ പോരാട്ടങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്തിനാണ്? പടിഞ്ഞാറോട്ട് നോക്കൂ, അവിടെ ഒരു പുതിയ ലോകം അങ്ങേ കാത്തിരിക്കുന്നു. ഫിലിപ്പ് സംശയത്തോടെ അയാളെ നോക്കി. റോമിനെക്കുറിച്ചാണോ നീ പറയുന്നത്? അവർ കാർത്തേജിനെ മുട്ടുകുത്തിച്ചവരല്ലേ? ഡെമേത്രിയസിന്റെ ചുണ്ടിലൊരു ഗൂഢമായ പുഞ്ചിരി വിരിഞ്ഞു.
അതൊരു പഴയ കഥയാണ് രാജൻ. ഇന്നത്തെ റോം പഴയ റോമല്ല. അവരുടെ സൈന്യമിപ്പോൾ ആൽപ്സ് നിരകളിൽ ഹാനിബാൽ എന്ന കർത്തേജിനിയൻ കൊടുങ്കാറ്റിനു മുന്നിൽ വിറങ്ങല്ലിച്ചു നിൽക്കുന്നു. ട്രെബിയയിലും ട്രസിമെൻ താടകക്കരയിലും റോമൻ രക്തം പുഴുപോലെ ഒഴുകി. റോമിപ്പോൾ ഒരു മുറിവേറ്റ മൃഗമാണ്. അതിന്റെ ശ്രദ്ധ മുഴുവൻ സ്വന്തം മുറിവുടക്കാനാണ്. അയാൾ ഫിലിപ്പിന്റെ അടുത്തേക്ക് നീങ്ങി, ശബ്ദം താഴ്ത്തി. ഇതാണ് അവസരം. റോമിന്റെ ശ്രദ്ധ പടിഞ്ഞാറു പതിയുമ്പോൾ കിഴക്ക് നമുക്ക് നമ്മുടെ സാമ്രാജ്യം വികസിപ്പിക്കാം. ഇല്ലേറിയൻ തീരങ്ങൾ പിടിച്ചടക്കി അഡ്രിയാറ്റിക്കിൽ നമ്മുടെ ആധിപത്യം സ്ഥാപിക്കാം. അവിടെ നിന്ന് ഇറ്റലിയിലേക്ക് ഒരു കൈദൂരം മാത്രം. ഡെമേത്രിയസിന്റെ വാക്കുകൾ ഫിലിപ്പിന്റെ സിരകളിൽ ലഹരിയായി പടർന്നു. അലക്സാണ്ടറെ പോലെ ആ ലോകം കീഴടക്കുക എന്ന സ്വപ്നത്തിന് ചിറകുമുലയ്ക്കുന്നത് അയാൾ അറിഞ്ഞു. അധ്യായം 4. കാനായിലെ മാറ്റൊലി. ഡെമട്രിയസിന്റെ പ്രവചനം ശരിവയ്ക്കുന്ന വാർത്തകളാണ് പില്ലയിലേക്ക് വന്നുകൊണ്ടിരുന്നത്. ക്രിമൂർ 816 ഇറ്റലിയിലെ കാനായി എന്ന സ്ഥലത്തുവെച്ച് ഹാനിബാൾ റോമൻ സൈന്യത്തെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവികളിലൊന്ന് ഏൽപ്പിച്ചു. 80,000-ഓളം റോമൻ സൈനികർ ആ യുദ്ധകളത്തിൽ മരിച്ചു വീണു. റോം അക്ഷരാർത്ഥത്തിൽ അനാഥമായി. ഈ വാർത്ത ഗ്രീക്ക് ലോകത്തൊരു ഭൂകമ്പം സൃഷ്ടിച്ചു. അജയ്യരെന്ന് കരുതിയ റോമാക്കാർക്ക് ഇത്ര വലിയൊരു പ്രഹരമേൽക്കുമെന്ന് ആരും കരുതിയിരുന്നില്ല. ഫിലിപ്പിന്റെ കൊട്ടാരത്തിൽ ആഹ്ലാദാരവങ്ങൾ ഉയർന്നു. ഡെമിട്രിയസിന്റെ വാക്കുകൾ സത്യമായി ഭവിക്കുകയാണ്. റോം തകർച്ചയുടെ വക്കിലാണ്. ഇനി സംശയിച്ചു നിൽക്കാൻ സമയമില്ല പ്രഭോ, ഡെമിട്രിയസ് ഫിലിപ്പിനെ ഉപദേശിച്ചു. ഹാനിബാൾ നമ്മുടെ സ്വാഭാവിക മിത്രമാണ്. ശത്രുവിന്റെ ശത്രു മിത്രം. നമുക്ക് അദ്ദേഹവുമായി ഒരു സഖ്യമുണ്ടാക്കണം. റോമിനെ പടിഞ്ഞാറ് നിന്നും കിഴക്ക് നിന്നും ഒരേ സമയം ആക്രമിച്ചാൽ ആ കഴുകന്റെ ചിറവുകൾ എന്നേക്കുമായി നമുക്ക് അരിഞ്ഞു വീഴ്ത്താം. ഫിലിപ്പ് സമ്മതിച്ചു. സെനോഫാനസ് എന്ന വിശ്വസ്തനായ ദൂതനെ ഒരു രഹസ്യ ഉടമ്പടിയുമായി ഹാനിബാളിന്റെ അടുത്തേക്കയച്ചു. അതൊരു സാഹസികമായ യാത്രയായിരുന്നു. റോമൻ പട്രോൾ കപ്പലുകൾ അഡ്രിയാറ്റിക്കിൽ റോന്തു ചുറ്റുന്നുണ്ടായിരുന്നു. അവരുടെ കണ്ണുവെട്ടിച്ച് ഇറ്റലിയിലെത്തുക എളുപ്പമായിരുന്നില്ല. വിധി സെനോഫാനസിന് അനുകൂലമായിരുന്നില്ല. യാത്രയ്ക്കിടയിൽ ഒരു റോമൻ കപ്പൽ അവരെ പിടികൂടി. എന്നാൽ ബുദ്ധിമാനായ സെനോഫാനസ് പതറിയില്ല. ഞങ്ങൾ റോമുമായി ഒരു സമാധാന ഉടമ്പടി ചർച്ച ചെയ്യാൻ പോകുന്ന മാസിഡോണിന്റെ ദൂതന്മാരാണ് എന്നയാൾ കള്ളം പറഞ്ഞു. റോമൻ കമാൻഡർ അത് വിശ്വസിച്ചു. എന്നാൽ മടക്കയാത്രയിൽ ഹാനിബാളിന്റെ പ്രതിനിധികളുമായി ഒരേ കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ അവർ വീണ്ടും പിടികൂടപ്പെട്ടു. ഇത്തവണ കള്ളം വെളിച്ചത്തായി. മാസിഡോണും കാർത്തേജും തമ്മിലുള്ള അപകടകരമായ സഖ്യത്തിന്റെ രഹസ്യം റോം അറിഞ്ഞു. അധ്യായം 5. ആദ്യത്തെ തീപ്പൊരി. സഖ്യത്തിന്റെ വാർത്ത പുറത്തായതോടെ ഫിലിപ്പ് തന്റെ നീക്കങ്ങൾ വേഗമാക്കി. 120 കപ്പലുകളടങ്ങിയ ഒരു നാവികസേനയുമായി അയാൾ ഇല്ലീറിയൻ തീരം ലക്ഷ്യമാക്കി നീങ്ങി. റോമിന്റെ സംരക്ഷണത്തിലുള്ള നഗരങ്ങളെ ആക്രമിക്കുകയായിരുന്നു ലക്ഷ്യം. എന്നാൽ റോം എത്രത്തോളം തളർന്നിട്ടുണ്ടെങ്കിലും അവരുടെ പ്രതികരണം വേഗത്തിലും ശക്തവുമായിരുന്നു. കാനായിലെ മുറിവുകൾ ഉണങ്ങുന്നതിനു മുൻപ് തന്നെ ലെവിനസ് എന്ന കമാൻഡറുടെ കീഴിൽ 55 യുദ്ധക്കപ്പലുകളടങ്ങിയ ഒരു നാവികസേന അഡ്രിയാറ്റിക് കടൽ കടന്നു. അവർ അപ്പോളോണിയയുടെ ഉപരോധം തകർത്തും ഫിലിപ്പിന്റെ സൈന്യത്തെ തുരത്തുകയും ചെയ്തു. അതിലും വലിയ തിരിച്ചടിയായി അവർ മാസിഡോണിയൻ നാവികസേനയെ തീരത്തുവെച്ച് അഗ്നിക്കിരയാക്കി. കടലിലൂടെയുള്ള മുന്നേറ്റം തടഞ്ഞതോടെ ഫിലിപ്പ് തന്ത്രം മാറ്റി. അയാൾ പിൻഡസ് പർവ്വതനിരകളിലൂടെ കരമാർഗം ഇല്ലീറിയയിലേക്ക് കടന്നു. അടുത്ത 2 വർഷം കൊണ്ട് അയാൾ ഉൾനാടുകളിലെ പല പ്രദേശങ്ങളും പിടിച്ചെടുത്തു. റോമിന് ഹാനിബാളിനെ നേരിടുന്നതിനിടയിൽ കിഴക്കോട്ട് വലിയൊരു സൈന്യത്തെ അയക്കാൻ കഴിഞ്ഞില്ല. റോം വീണ്ടും നയതന്ത്രത്തിന്റെ കളി തുടങ്ങി. അവർ ഗ്രീസിലെ മാസിഡോണിന്റെ പരമ്പരാഗത ശത്രുവായ ഏറ്റോലിയൻ ലീഗുമായി ഒരു സഖ്യമുണ്ടാക്കി. സ്പാർട്ടയും പെർഗമും അടക്കമുള്ള മറ്റു ഗ്രീക്ക് നഗരങ്ങളെയും അവർ തങ്ങളുടെ പക്ഷത്തേക്കാകർഷിച്ചു. അങ്ങനെ മാസിഡോണിനെതിരെ ഗ്രീക്കുകാരെ തന്നെ അണിനിരത്തിക്കൊണ്ട് റോം ഒരു പുതിയ യുദ്ധമുഖം തുറന്നു. 1-ാം മാസിഡോണിയൻ യുദ്ധം എന്ന പിന്നീടറിയപ്പെട്ട ആ പോരാട്ടം വിനാശകരമായിരുന്നു. അതൊരു ഒളിപ്പോരു പോലെ വർഷങ്ങളോളം നീണ്ടുനിന്നു. ആർക്കും വ്യക്തമായ വിജയം നേടാനായില്ല. ഒടുവിൽ ഇരുപക്ഷവും ക്ഷീണിച്ചപ്പോൾ ക്രിമൂർ 805 ഒരു സമാധാന ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. യുദ്ധം അവസാനിച്ചെങ്കിലും ശത്രുത അവസാനിച്ചില്ല. റോമിന്റെ മനസ്സിൽ ഫിലിപ്പ് ഒരൊറ്റക്കാരനായിരുന്നു. തങ്ങളേറ്റവും ദുർബലരായിരുന്നപ്പോൾ പിന്നിൽ നിന്ന് കുത്തിയവൻ. ഹാനിബാളിനെ പരാജയപ്പെടുത്തിക്കഴിഞ്ഞാൽ അടുത്ത ഊഴം ഫിലിപ്പിന്റേതാണെന്ന് റോമിലെ സെനറ്റർമാർ മനസ്സിൽ കുറിച്ചു. കിഴക്ക് ഒരു പുതിയ കൊടുങ്കാറ്റിനുള്ള കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുകയായിരുന്നു. ഭാഗം 3.
കഴുകന്റെ വിധി. അധ്യായം 6. അധികാരത്തിന്റെ ശൂന്യത. ക്രിമോർ 2-2 ആഫ്രിക്കയിലെ സാമയിൽ വെച്ച സിപ്പിയോ ആഫ്രിക്കാനസ് റോമൻ ജനറൽ ഹനിബാലിനെ പരാജയപ്പെടുത്തിയ വാർത്ത പെല്ലയിലെത്തിയപ്പോൾ ഫിലിപ്പ് അഞ്ചാമന്റെ മുഖത്ത് ആശങ്കയുടെ നിഴൽ വീണു. റോമിന്റെ ഏറ്റവും വലിയ ശത്രു വീണിരിക്കുന്നു. ഇനി അവരുടെ കഴുകൻ കണ്ണുകൾ കിഴക്കോട്ട് തിരിയുമെന്ന് അയാൾക്കുറപ്പായിരുന്നു. സമാധാന ഉടമ്പടി ഒരു കടലാസുപുലി മാത്രമാണെന്നും റോം അവസരം കിട്ടുമ്പോൾ അത് ചീന്തിയെറിയുമെന്നും അയാൾക്കറിയാമായിരുന്നു. അതേസമയം കിഴക്കൻ മെഡിറ്ററേനിയനിലെ അധികാര സമവാക്യങ്ങൾ മാറിമറിയുകയായിരുന്നു. ഈജിപ്തിലെ ഫറവോയായിരുന്ന ടോളമി 4 മരണമടഞ്ഞു. പിൻഗാമിയായി വന്നത് ടോളമി 5 എന്ന 6 വയസ്സുകാരനായ ബാലനായിരുന്നു. അലക്സാണ്ട്രിയയിലെ കൊട്ടാരം അധികാരവടം വലികളിൽ മുങ്ങി. ഒരു ദുർബലമായ ഭരണകൂടം, ആഭ്യന്തര കലാപങ്ങൾ, സാമ്പത്തിക തകർച്ച. ഈജിപ്ത് അത് പഴുത്ത പയം പോലെയായിരുന്നു. ഈ അവസരം മുതലെടുക്കാൻ 2 കഴുകന്മാർ തക്കം പാർത്തിരുന്നു. ഒന്ന് മാസിഡോണിലെ ഫിലിപ്പ് അഞ്ചാമൻ, മറ്റൊന്ന് ഏഷ്യ മൈനർ ഭരിച്ചിരുന്ന സെലൂസിഡ് സാമ്രാജ്യത്തിലെ അന്ത്യോക്കസ് 3. പരമ്പരാഗതമായി ശത്രുക്കളായിരുന്നെങ്കിലും ഈജിപ്തിന്റെ സമ്പന്നമായ തീരപ്രദേശങ്ങൾ പങ്കെടുക്കുക എന്ന പൊതുവായ ലക്ഷ്യം അവരെ ഒരുമിപ്പിച്ചു. ഒരു നിലാവുള്ള രാത്രിയിൽ രഹസ്യമായി അയക്കപ്പെട്ട ദൂതന്മാർ മുഖേന അവരോട് ഉടമ്പടിയിലെത്തി. ഈജിപ്തിന്റെ വിദേശാധീന പ്രദേശങ്ങൾ, ഏഷ്യ മൈനറിലെയും ഈജിയൻ കടലിലെയും നഗരങ്ങളും ദ്വീപുകളും അവർ 2 പേരും വീതിച്ചെടുക്കും. ഹെല്ലനിസ്റ്റിക് ലോകത്തെ താങ്ങി നിർത്തിയിരുന്ന അധികാരത്തിന്റെ ത്രികോണം തകരുകയായിരുന്നു. 3ാമത്തെ ശക്തിയായ ഈജിപ്ത് ദുർബലമായപ്പോൾ മറ്റു 2 പേരും ചേർന്ന് അതിന്റെ ശവം കുത്തിവലിക്കാൻ തയ്യാറായിരുന്നു. അധ്യായം 7. ഈജിയനിലെ തീക്കാറ്റ്. ഉടമ്പടി ഒപ്പുവെച്ചതോടെ ഫിലിപ്പ് തന്റെ നാവികസേനയുമായി ഈജിയൻ കടലിലേക്ക് ഇരച്ചു കയറി. ടോളമിയുടെ അധീനതയിലുണ്ടായിരുന്ന ദ്വീപുകൾ ഒന്നൊന്നായി അവൻ പിടിച്ചെടുത്തു. അവന്റെ സൈന്യം ഏഷ്യ മൈനറിന്റെ പടിഞ്ഞാറൻ തീരങ്ങളിലെ ഗ്രീക്ക് നഗരങ്ങളെ ഭീഷണിപ്പെടുത്തി. അതൊരു കൊടുങ്കാറ്റുപോലെയായിരുന്നു. എന്നാൽ ഈജിയൻ കടലിൽ മറ്റു ചില ശക്തികളുമുണ്ടായിരുന്നു. റോഡ്സ് എന്ന ചെറിയ ദ്വീപരാജ്യം. കരയിൽ അവർ ദുർബലരായിരുന്നെങ്കിലും കടലിൽ അവരുടെ നാവികസേനയെ വെല്ലാൻ അതിനാരുമുണ്ടായിരുന്നില്ല. മറ്റൊന്ന് പെർഗമം എന്ന വളർന്നുവരുന്ന രാജ്യം. ഫിലിപ്പിന്റെ സാമ്രാജ്യത്വമോഹങ്ങൾ തങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാണെന്ന് ഈ 2 രാജ്യങ്ങളും തിരിച്ചറിഞ്ഞു. അവർ ഫിലിപ്പിനെതിരെ സഖ്യമുണ്ടാക്കി. ചിയോസ് ദ്വീപിന് സമീപം വച്ച് 2 നാവികസേനകളും ഏറ്റുമുട്ടി. അതൊരു രക്തരൂക്ഷിതമായ പോരാട്ടമായിരുന്നു. കടൽ ചുവന്നു. കപ്പലുകളുടെ തകർന്ന അവശിഷ്ടങ്ങളും മനുഷ്യരുടെ മൃതദേഹങ്ങളും തിരബലകളിൽ ഒഴുകി നടന്നു. ഒടുവിൽ ഫിലിപ്പ് വിജയിച്ചെങ്കിലും അത് വലിയ നഷ്ടങ്ങൾക്ക് ശേഷമായിരുന്നു. വിജയം അയാളെ കൂടുതൽ അഹങ്കാരിയാക്കി. അയാൾ പെർഗമത്തിന്റെ മണ്ണിലേക്ക് സൈന്യത്തെ നയിച്ചു. നഗരത്തിനു പുറത്തുവച്ച് പെർഗമൻ സൈന്യത്തെ അയാൾ പരാജയപ്പെടുത്തിയെങ്കിലും തലസ്ഥാന നഗരിയുടെ കരുത്തുറ്റ കോട്ട ഭേദിക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. നിരാശനായ ഫിലിപ്പ് തന്റെ രോഷം തീർത്തത് ഗ്രാമപ്രദേശങ്ങൾ കൊള്ളയടിച്ചും ദേവാലയങ്ങൾ അഗ്നിക്കിരയാക്കിയുമായിരുന്നു. അവന്റെ ക്രൂരതകൾ ഗ്രീക്ക് ലോകത്ത് അവനെതിരായ വികാരം ആളിക്കെത്തിച്ചു. അധ്യായം 8. റൂമിലേക്കുള്ള നിലവിളി. ക്രിസ്തുപൂർവം 201 ശൈത്യകാലം. ഫിലിപ്പിന്റെ കപ്പൽ വ്യൂഹം ക്യാരിയൻ തീരത്തെ ബർജീലിയ ഉൾക്കടലിൽ കുടുങ്ങി. റോഡ്സിന്റെയും പെർഗമ്പുമിന്റെയും സംയുക്ത നാവികസേന അവരെ ഉപരോധിച്ചു. ഭക്ഷണവും വെള്ളവും കിട്ടാതെ ഫിലിപ്പും സൈന്യവും വലഞ്ഞു. തങ്ങൾക്കൊറ്റയ്ക്ക് ഫിലിപ്പിനെ പരാജയപ്പെടുത്താനാവില്ലെന്ന് റോഡ്സിനും പെർഗമമിനും മനസ്സിലായി. ലോകത്ത് ഒരേയൊരു ശക്തിക്ക് അതിന് കഴിയൂ, റോം. അങ്ങനെ തണുത്തുറഞ്ഞ ശൈത്യകാലത്ത് റോഡ്സിൽ നിന്നും പെർഗമമിൽ നിന്നും എന്നുവേണ്ട ദുർബലമായ ഈജിപ്തിൽ നിന്നും പോലും ദൂതന്മാർ റോമിലേക്ക് യാത്രയായി. അവർ സെനറ്റിനു മുന്നിൽ തങ്ങളുടെ സങ്കടങ്ങൾ നിരത്തി. ഫിലിപ്പിന്റെ ക്രൂരതകളെക്കുറിച്ച് അവർ വിവരിച്ചു. ഗ്രീക്ക് നഗരങ്ങളുടെ സ്വാതന്ത്ര്യം അപകടത്തിലാണെന്ന് അവർ വാദിച്ചു. അവസാനം അവർ തങ്ങളുടെ തുറുപ്പു ചിട്ടിറക്കി. ഫിലിപ്പും അന്തിയോക്കസും തമ്മിലുള്ള രഹസ്യ ഉടമ്പടിയുടെ കാര്യം അവർ സെനറ്റിനെ അറിയിച്ചു. അവർ ഈജിപ്തിനെ വീതിച്ചെടുക്കുകയാണ്. നാളെ അവർ ഗ്രീസിനെയും വീതിച്ചെടുക്കും. മറ്റന്നാൾ അവരുടെ കണ്ണുകൾ ഇറ്റലിയിലായിരിക്കും. സെനറ്റ് മന്ദിരം നിശബ്ദമായി. സെനറ്റർമാർ പരസ്പരം നോക്കി. ഫിലിപ്പ് എന്ന പഴയ ശത്രു ഇപ്പോൾ കൂടുതൽ അപകടകാരിയായ അന്തിയോക്കസുമായി ചേർന്നിരിക്കുന്നു. 2 ഹെല്ലനിസ്റ്റിക് ഭീമന്മാർ ഒന്നിച്ചാൽ അതൊരു വലിയ ഭീഷണിയാകും. ഗ്രീക്ക് ലോകം മുഴുവൻ അവരുടെ കാൽക്കീഴിലായാൽ റോമിന്റെ കിഴക്കൻ അതിർത്തികൾ സുരക്ഷിതമല്ലാതാകും. ചിലർ യുദ്ധത്തെ എതിർത്തു. ഹാനിബാളുവാനുള്ള യുദ്ധം കഴിഞ്ഞതേയുള്ളൂ. ഇറ്റലി അതിന്റെ മുറിവുകൾ ഉണക്കിയിട്ടില്ല. മറ്റൊരു വലിയ യുദ്ധത്തിന് റിപ്പബ്ലിക് തയ്യാറല്ല. എന്നാൽ കോൺസുൽ ഗാൽബ എഴുന്നേറ്റ് നിന്നു. അവന്റെ ശബ്ദം സെനറ്റിൽ മുഴങ്ങി.
നമ്മൾ ഫിലിപ്പിനെ ഗ്രീസിൽ വച്ച് തടഞ്ഞില്ലെങ്കിൽ അവൻ നാളെ പൈറസിനെയും ഹാനിബാലിനെയും പോലെ ഇറ്റലിയിൽ വന്നിറങ്ങും. നമ്മൾ യുദ്ധം അങ്ങോട്ട് കൊണ്ടുപോകണോ, അതോ യുദ്ധം ഇങ്ങോട്ട് വരാൻ കാത്തിരിക്കണോ? അതൊരു നിർണായക ചോദ്യമായിരുന്നു. അധ്യായം 9. അന്ത്യശാസനം. സെനറ്റ് യുദ്ധത്തിന് അനുമതി നൽകി. എന്നാൽ ജനകീയ സഭ അത് തള്ളി. വർഷങ്ങൾ നീണ്ട യുദ്ധത്തിൽ മടുത്ത ജനങ്ങൾക്ക് മറ്റൊരു പോരാട്ടം വേണ്ടായിരുന്നു. എന്നാൽ സെനറ്റ് പിന്മാറിയില്ല. ഗാൽബയുടെ പ്രസംഗം ജനങ്ങളെ ഇളക്കിമൊരച്ചു. ഫിലിപ്പ് എന്ന ഭീഷണിയെക്കുറിച്ച് അവനവരെ ബോധ്യപ്പെടുത്തി. അവസാനം ജനകീയ സഭയും വഴങ്ങി. റോമൻ സൈന്യം തയ്യാറെടുക്കുന്നതിനിടയിൽ 3 പ്രമുഖ സെനറ്റർമാരെ ഒരു ദൗത്യവുമായി കിഴക്കോട്ടയച്ചു. അവർ നേരെ പോയത് ഹെല്ലസ്പോണ്ടിന്റെ തീരത്തുള്ള അബിഡോസ് എന്ന നഗരത്തിലായിരുന്നു. ഫിലിപ്പ് ആ നഗരം ഉപരോധിക്കുകയായിരുന്നു. റോമൻ ദൂതന്മാർ ഫിലിപ്പിന്റെ പാളയത്തിലെത്തി. അവരുടെ മുഖത്ത് ഭയത്തിന്റെ കണിക പോലുമില്ലായിരുന്നു. റോമൻ സെനറ്റ് ആവശ്യപ്പെടുന്നു. ദൂതന്മാരുടെ തലവൻ പറഞ്ഞു, ഗ്രീക്ക് നഗരങ്ങൾക്കെതിരായ എല്ലാ ആക്രമണങ്ങളും ഉടനടി നിർത്തുക. പെർഗമമ്മിനും റോഡ്സിനും നിങ്ങൾ വരുത്തിവെച്ച നഷ്ടങ്ങൾക്ക് പരിഹാരം നൽകുക. നിങ്ങൾ പിടിച്ചെടുത്ത പ്രദേശങ്ങളിൽ നിന്നെല്ലാം പിന്മാറുക. എങ്കിൽ സമാധാനമുണ്ടാകും. ഫിലിപ്പ് പുച്ഛത്തോടെ ചുരിച്ചു, റോമിനെന്റെ കാര്യങ്ങളിൽ ഇടപെടാൻ എന്ത് അവകാശമാണുള്ളത്? ഞാൻ ഗ്രീക്കുകാരനാണ്. ഇത് ഗ്രീക്കുകാരുടെ കാര്യമാണ്. ഇനി ഇത് ഗ്രീക്കുകാരുടെ മാത്രം കാര്യമല്ല, ഇപ്പോൾ ഇത് റോമിന്റെയും കൂടെ കാര്യമാണ്. ഒന്നെങ്കിൽ നിങ്ങൾ യുദ്ധം ഗ്രീസുമായി മാത്രം തുടരുക, അല്ലെങ്കിൽ റോമുമായി സമാധാനത്തിൽ കഴിയുക. രണ്ടും കൂടി നടക്കില്ല. ഫിലിപ്പിന്റെ മുഖം കോപം കൊണ്ട് ചുവന്നു. നിങ്ങളുടെ കോൺസുലിനോട് പോയി പറയൂ, യുദ്ധത്തിന് തയ്യാറായിക്കൊള്ളുവാൻ. അതൊരു പ്രഖ്യാപനമായിരുന്നു. 2ാം മാസഡോണിയൻ യുദ്ധം ആരംഭിച്ചിരിക്കുന്നു. അബിഡോസിലെ ജനങ്ങൾ ഫിലിപ്പിനെ കീഴടങ്ങുന്നതിലും ഭേദം മരണമാണെന്ന് കരുതി കൂട്ടമായി ആത്മഹത്യ ചെയ്തു. അവരുടെ നിലവിളികൾ വരാനിരിക്കുന്ന വലിയൊരു യുദ്ധത്തിന്റെ ഭീകരമായ തുടക്കമായിരുന്നു. റോമൻ കഴുകൻ അതിന്റെ ചിറകുകൾ വിരിച്ച് മാസിഡോൺ ലക്ഷ്യമാക്കി പറന്നുയരുകയായിരുന്നു. ഭാഗം 4. ഫലാങ്സും ലീജിയണം. അധ്യായം 10. പതറുന്ന തുടക്കം. ക്രിസ്തുമുമ്പ് 200ന്റെ അവസാനത്തോടെ കോൺസൽ ഗാൽബയുടെ നേതൃത്വത്തിൽ 20,000 റോമൻ സൈനികർ അപ്പോളോണിയയിൽ വന്നിറങ്ങി. അവരുടെ വരവ് ഫിലിപ്പിനെ അലോചരപ്പെടുത്തിയെങ്കിലും ഭയപ്പെടുത്തിയില്ല. മാസിഡോണിന്റെ മലനിരകൾ തനിക്ക് നൽകുന്ന സുരക്ഷിതത്വത്തിൽ അവൻ വിശ്വസിച്ചു. യുദ്ധത്തിന്റെ ആദ്യത്തെ 2 വർഷങ്ങൾ റോമന് നിരാശാജനകമായിരുന്നു. പരിചയസമ്പന്നനായ ഗാൽബയ്ക്കും പിൻഗാമിയായി വന്ന വില്ലിയസിനും ഫിലിപ്പിന്റെ പ്രതിരോധം ഭേദിക്കാനായില്ല. മാസിഡോണിലെ ദുർഘടമായ ഭൂപ്രകൃതി റോമൻ ലീജിയണുകളുടെ മുന്നേറ്റത്തിന് തടസ്സമായി. ഓരോ തവണയും അവർ മലയിടുക്കുകളിലൂടെ മുന്നേറാൻ ശ്രമിക്കുമ്പോൾ ഫിലിപ്പിന്റെ സൈന്യം ഒളിഞ്ഞിരുന്ന് ആക്രമിച്ചു. രോഗവും വിതരണത്തിലെ കുറവും റോമൻ സൈന്യത്തിന്റെ മനോവീര്യം കെടുതി. ഹാന്നിബാളിനെതിരെ വർഷങ്ങളോളം പോരാടി ക്ഷീണിച്ച സൈനികർക്കിടയിൽ അസ്വസ്ഥത പുകഞ്ഞു തുടങ്ങി. പലരും യുദ്ധം മതിയാക്കി വീടുകളിലേക്ക് മടങ്ങാനാഗ്രഹിച്ചു. റോമിന്റെ സൈനികയന്ത്രം കിഴക്കൻ മണ്ണിൽ ചെളിയിൽ പൂണ്ടുപോയതുപോലെയായി. ഫിലിപ്പ് തന്റെ കൊട്ടാരത്തിലിരുന്ന് ചിരിച്ചു. റോമൻ കഴുകന്റെ ചിറകുകൾക്ക് തനിക്ക് വിചാരിച്ചത്ര കരുത്തില്ലെന്ന് അവൻ വിശ്വസിച്ചു. അധ്യായം 11. ഗ്രീക്ക് ഹൃദയമുള്ള റോമൻ. ക്രിസ്തുമുമ്പ് 198-ൽ റോമൻ സെനറ്റ് ഒരു നിർണായക തീരുമാനമെടുത്തു. ഗ്രീസിലെ സൈന്യത്തിന്റെ നേതൃത്വം അവർ പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട കോൺസലായ ടൈറ്റസ് ക്വിൻഷ്യസ് ഫ്ലാമിനിനസ് എന്ന ചെറുപ്പക്കാരന് ഏൽപ്പിച്ചു. 30 വയസ്സുമാത്രം പ്രായമുള്ള ഫ്ലാമിനിനസ് അനുഭവസമ്പന്നരായ ജനറൽമാരെ മറികടന്നാണ് ആ പദവിയിലെത്തിയത്. അതൊരു ചൂതാട്ടമായിരുന്നു. എന്നാൽ ഫ്ലാമിനിനസ് ഒരു സാധാരണ റോമൻ ജനറലായിരുന്നില്ല. അയാൾക്ക് ഗ്രീക്ക് ഭാഷയും സംസ്കാരവും സാഹിത്യവും ഹൃദിസ്ഥമായിരുന്നു. ഹോമറിന്റെ ഇതിഹാസങ്ങൾ കേട്ടാണ് അയാൾ വളർന്നത്. ഗ്രീക്കുകാരുടെ സ്വാതന്ത്ര്യബോധത്തെയും ജനാധിപത്യ സങ്കല്പങ്ങളെയും അയാൾ ആരാധിച്ചു. അയാൾ ഒരു യോദ്ധാവു മാത്രമല്ല, ഒരു നയതന്ത്രജ്ഞനും കൂടിയായിരുന്നു. യുദ്ധം ജയിക്കാനും വാൾ മാത്രം പോരാ, വാക്കുകളും വേണമെന്ന് അയാൾ വിശ്വസിച്ചു. ഗ്രീസിലെത്തിയ ഉടനെ ഫ്ലാമിനിനസ് തന്റെ മുൻഗാമികളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സമീപനം സ്വീകരിച്ചു. അയാൾ ഗ്രീക്ക് നഗരങ്ങളിലെ നേതാക്കന്മാരുമായി ചർച്ചകൾ നടത്തി. റോം ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളെ കീഴടക്കാനല്ല, മാസിഡോണിയൻ നുകത്തിൽ നിന്ന് നിങ്ങളെ മോചിപ്പിക്കാനാണ്. ഗ്രീക്കുകാരുടെ സ്വാതന്ത്ര്യം പുനഃസ്ഥാപിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അയാളുടെ വാക്കുകൾക്ക് മാന്ത്രിക ശക്തിയുണ്ടായിരുന്നു. വർഷങ്ങളായി മാസിഡോണിയൻ ആധിപത്യത്തിൽ വീർപ്പുമുട്ടിയിരുന്ന
പല ഗ്രീക്ക് നഗരങ്ങളും അയാളുടെ വാക്കുകളിൽ പ്രതീക്ഷ കണ്ടു. ഫ്ലാമിനിനസ് എന്ന ഫിൽഹെല്ലീൻ അവർക്കിടയിൽ പെട്ടെന്ന് ജനപ്രിയനായി. അധ്യായം 12. മലയിടുക്കിലെ ചതുരംഗം. ഫ്ലാമിനിനസ് സൈന്യത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുമ്പോൾ ഫിലിപ്പ് തന്റെ സൈന്യവുമായി ഓസ് നദിക്കരയിലെ ഒരു ഇടുങ്ങിയ മലയിടുക്കിൽ തമ്പടിച്ചിരിക്കുകയായിരുന്നു. അതൊരു സ്വാഭാവിക കോട്ടയായിരുന്നു. മുന്നിൽ കുത്തിയൊഴുകുന്ന നദി, ഇരുവശത്തും കുത്തനെയുള്ള മലകൾ. ആ പ്രതിരോധം ഭേദിച്ച് മുന്നേറുക അസാധ്യമാണെന്ന് ഫിലിപ്പ് കരുതി. ഫ്ലാമിനിനസ് ആ സ്ഥാനത്തിന്റെ കരുത്തും മനസ്സിലാക്കി. നേരിട്ടുള്ളൊരാക്രമണം ആത്മഹത്യാപരമായിരിക്കുമെന്ന് അയാൾക്കറിയാമായിരുന്നു. അയാൾ ഫിലിപ്പുമായി ചർച്ചകൾക്ക് ശ്രമിച്ചു. നദിയുടെ ഇരുകരകളിലുമായി നിന്നുകൊണ്ട് അവർ സംസാരിച്ചു. തെസലി ഉൾപ്പെടെയുള്ള എല്ലാ ഗ്രീക്ക് നഗരങ്ങളിൽ നിന്നും പിന്മാറുക എന്ന് ഫ്ലാമിനിനസ് ആവശ്യപ്പെട്ടു. ഫിലിപ്പ് പൊട്ടിച്ചിരിച്ചു. തെസലി നൂറ്റാണ്ടുകളായി മസിഡോണിയന്റെ ഭാഗമാണ്. അത് വിട്ടുതരാൻ ഞാൻ തയ്യാറല്ല. ചർച്ചകൾ പരാജയപ്പെട്ടു. ദിവസങ്ങൾ കടന്നുപോയി. ഇരു സൈന്യങ്ങളും മുഖാമുഖം നിന്നു. റോമൻ സൈന്യത്തിൽ അക്ഷമ പടർന്നു. എന്നാൽ ഫ്ലാമിനിനസ് ശാന്തനായിരുന്നു. അവൻ ഒരവസരത്തിനായി കാത്തിരുന്നു. ആ അവസരം വന്നത് ഒരാട്ടിടയന്റെ രൂപത്തിലാണ്. ചാരോപ്പസ് എന്ന ആ എപ്പിറോഡ് പ്രമാണി മലങ്ങളിലൂടെയുള്ള ഒരു രഹസ്യപാതയെക്കുറിച്ച് റോമൻ ജനറലിനോട് പറഞ്ഞു. ആ പാതയിലൂടെ സഞ്ചരിച്ചാൽ ഫിലിപ്പിന്റെ സൈന്യത്തിന്റെ പിന്നിലെത്താൻ കഴിയുമെന്ന് അയാൾ അറിയിച്ചു. അതൊരു വലിയ അപകടസാധ്യതയായിരുന്നു. എന്നാൽ ഫ്ലാമിനിനസ് ആ വെല്ലുവിളി ഏറ്റെടുത്തു. ഒരു ഇരുണ്ട രാത്രിയിൽ 4300 പേരടങ്ങുന്ന ഒരു സൈന്യത്തെ അയാൾ ആ രഹസ്യപാതയിലൂടെ അയച്ചു. 3 ദിവസത്തെ ദുർഘടമായ യാത്രയ്ക്ക് ശേഷം അവർ മസിഡോണിയൻ സൈന്യത്തിന്റെ പിന്നിലുള്ള കുന്നുകളിൽ നിലയുറപ്പിച്ചു. അടുത്ത പ്രഭാതത്തിൽ ഫ്ലാമിനിനസ് മുൻവശത്തുനിന്ന് ശക്തമായ ആക്രമണം ആരംഭിച്ചു. ഫിലിപ്പിന്റെ സൈന്യം ആ ആക്രമണത്തെ പ്രതിരോധിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ അവരുടെ പിന്നിലെ കുന്നുകളിൽ നിന്ന് റോമൻ സൈന്യത്തിന്റെ കാഹളധ്വനി മുഴങ്ങി. മസിഡോണിയൻകാർ ഞെട്ടിത്തെരിച്ചു. അവർ കെണിയിലകപ്പെട്ടിരിക്കുന്നു. പരിഭ്രാന്തരായ അവർ ചിതറിയോടി. ഫിലിപ്പിന് തന്റെ സൈന്യത്തെ ഉപേക്ഷിച്ചു പലായനം ചെയ്യേണ്ടിവന്നു. ഓസ് നദിയിലെ വിജയം ഫ്ലാമിനിനസിന്റെ യുദ്ധതന്ത്രത്തിന്റെ വിജയമായിരുന്നു. അതോടെ യുദ്ധത്തിന്റെ ഗതി മാറി. അധ്യായം 13. മാറുന്ന കൂറ്. ഓസ് നദിയിലെ പരാജയം ഫിലിപ്പിന് കനത്ത പ്രഹരമായിരുന്നു. അയാളുടെ അജയ്യൻ എന്ന ഖ്യാതിക്ക് മങ്ങലേറ്റു. അതിലും പ്രധാനമായി ഗ്രീക്ക് ലോകത്ത് അയാളുടെ സ്വാധീനം അതിവേഗം ഇടിഞ്ഞു. ഫ്ലാമിനിനസിന്റെ ഗ്രീക്ക് സ്വാതന്ത്ര്യം എന്ന മുദ്രാവാക്യം ഫലം കണ്ടുതുടങ്ങി. മാസിഡോണിന്റെ ഏറ്റവും ശക്തരായ സഖ്യകക്ഷിയായിരുന്ന അഖിയൻ ലീഗ് പോലും കൂറുമാറി റോമൻ പക്ഷത്തു ചേർന്നു. തെസ്സലിയിലെയും ബോയോട്ടിയിലെയും നഗരങ്ങൾ ഒന്നൊന്നായി ഫിലിപ്പിനെ ഉപേക്ഷിച്ചു. ഒറ്റ രാത്രി കൊണ്ട് ഫിലിപ്പ് ഗ്രീസിൽ ഒറ്റപ്പെട്ടു. റോമൻ സൈന്യം തെക്കോട്ട് മുന്നേറി. അവർക്ക് കാര്യമായ എതിർപ്പൊന്നും നേരിടേണ്ടി വന്നില്ല. ഫ്ലാമിനിനസ് ഒരു വിമോചകനായിട്ടാണ് ഗ്രീക്ക് നഗരങ്ങളിൽ സ്വീകരിക്കപ്പെട്ടത്. ക്രിസ്തുപൂർവം 197 വസന്തകാലം ഫിലിപ്പ് തന്റെ അവസാനത്തെ സൈന്യത്തെയും ഒരുമിച്ചുകൂട്ടി. യുവാക്കളെയും പ്രായവരെയും അയാൾ സൈന്യത്തിൽ ചേർത്തു. മാസിഡോണിന്റെ നിലനിൽപ്പിനായുള്ള അവസാന പോരാട്ടത്തിന് അവൻ തയ്യാറെടുത്തു. തെസ്സലിയിലെ സിനോസ് കെഫാലെ എന്നറിയപ്പെടുന്ന കുന്നിൻ പ്രദേശത്തുവെച്ച് ഇരു സൈന്യങ്ങളും വീണ്ടും കണ്ടുമുട്ടി. അലക്സാണ്ടറുടെ ഫലാങ്സിന്റെ പിൻഗാമികളും റോമിന്റെ അച്ചടിക്കമുള്ള ലീജനുകളും തമ്മിലുള്ള ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ പോരാട്ടങ്ങളിൽ ഒന്നിനു അരങ്ങൊരുങ്ങുകയായിരുന്നു. ലോകത്തിന്റെ വിധി ആ കുന്നിൻ ചെരുവുകളിൽ വെച്ച് നിർണയിക്കപ്പെടാൻ പോകുകയായിരുന്നു. ഭാഗം 5. സിനോസ് കെഫാലയിലെ വിധി. അധ്യായം 14. നായ്ക്കളുടെ തലകൾ. സിനോസ് കെഫാലെ ഗ്രീക്ക് ഭാഷയിൽ നായ്ക്കളുടെ തലകൾ എന്ന് അർത്ഥം വരുന്ന കുന്നുകൾക്ക് ആ പേര് വന്നത് അതിന്റെ വിചിത്രമായ രൂപം കൊണ്ടാണ്. ആ പ്രഭാതത്തിൽ കനത്ത മൂടൽമഞ്ഞ് ആ കുന്നുകളെ ഒരു വെള്ള പുതപ്പുപോലെ മൂടിയിരുന്നു. ഏതാനും അടികൾക്കപ്പുറമുള്ള കാഴ്ചകൾ പോലും വ്യക്തമല്ലാതിരുന്ന ആ പുലരിയിൽ ഫിലിപ്പും ഫ്ലാമിനിനസും തങ്ങളുടെ സൈന്യങ്ങൾ എത്രയടുത്താണെന്ന് അറിഞ്ഞിരുന്നില്ല. യുദ്ധം തുടങ്ങിയത് അപ്രതീക്ഷിതമായാണ്. ഭക്ഷണത്തിനായി പുറപ്പെട്ട ഒരു മാസിഡോണിയൻ സംഘവും അതേ കുന്നുകളിൽ നിലയുറപ്പിച്ചിരുന്ന റോമൻ ഡോർഗാർഡും തമ്മിൽ യാദൃച്ഛികമായി കണ്ടുമുട്ടി.
ഒരു ചെറിയ ഏറ്റുമുട്ടലായി തുടങ്ങിയത് ഇരുഭാഗത്തുനിന്നും കൂടുതൽ സൈനികർ എത്തിയതോടെ ഒരു വലിയ പോരാട്ടമായി മാറി. മൂടൽമഞ്ഞിലൂടെ ഉള്ള അലർച്ചകളും ആയുധങ്ങൾ കൂട്ടിമുട്ടുന്നതിന്റെ ശബ്ദവും കേട്ട് ഫിലിപ്പും ഫ്ലാമിനിനിസും അപകടം മണത്തു. അവർ തങ്ങളുടെ പ്രധാന സൈന്യത്തെ യുദ്ധസജ്ജമാക്കി. സൂര്യൻ ഉയർന്നതോടെ മൂടൽമഞ്ഞ് പതിയെ നീങ്ങിത്തുടങ്ങി. അപ്പോഴാണ് ഇരു സൈന്യങ്ങളും പരസ്പരം കണ്ടത്. 2 ചരിത്രങ്ങൾ, 2 യുദ്ധതന്ത്രങ്ങൾ, 2 ലോകങ്ങൾ ആ കുന്നിൻ ചെരുവിൽ മുഖാമുഖം നിന്നു. അധ്യായം 15. തകർക്കാനാവാത്ത മതിൽ. ഫിലിപ്പ് തന്റെ വലതുവശത്തുള്ള സൈന്യവുമായി കുന്നിറങ്ങി ആക്രമിക്കാൻ ഉത്തരവിട്ടു. 16,000 പേരടങ്ങുന്ന 16 അടി നീളമുള്ള സരിസ എന്ന കുന്തങ്ങൾ ഏന്തിയ മാസിഡോണിയൻ ഫെലാങ്സ് ഒരു ഉരുക്കുകോട്ട പോലെ താഴേക്ക് നീങ്ങി. സൂര്യരശ്മിയിൽ ആ ആയിരക്കണക്കിന് കുന്തമുനകൾ വെട്ടിത്തിളങ്ങി. അതൊരു ഭീകരമായ കാഴ്ചയായിരുന്നു. റോമൻ സൈന്യത്തിന്റെ ഇടതുവശം ആ ഉരുക്കുമതിലിനു മുന്നിൽ പകച്ചു നിന്നു. ലീജനറികളുടെ ചെറിയ വാളുകൾക്ക് ആ നീണ്ട കുന്തങ്ങളെ മറികടന്ന് ഫലാങ്സിന്റെ ഉള്ളിലേക്ക് കടക്കാനായില്ല. ഫലാങ്സ് മുന്നോട്ട് നീങ്ങുന്തോറും റോമൻ സൈന്യം പിന്നോട്ട് വലിയ നിർബന്ധിതരായി. ഫ്ലാമിനിനസിന്റെ ഇടതുഭാഗം തകർച്ചയുടെ വക്കിലായിരുന്നു. ഫിലിപ്പ് വിജയഭേരി മുഴക്കി. യുദ്ധം തന്റെ കൈപ്പിടിയിൽ ഒതുങ്ങിയെന്നവൻ കരുതി. എന്നാൽ അവന്റെ സൈന്യത്തിന്റെ ഇടതുവശം ജനറൽ നിക്കാനോറിന്റെ നേതൃത്വത്തിൽ അപ്പോഴും കുന്നൽമുകളിൽ യുദ്ധസജ്ജമായിരുന്നില്ല. യുദ്ധം പെട്ടെന്ന് തുടങ്ങിയതുകൊണ്ട് അവർക്ക് ശരിയായ രീതിയിൽ അണിനിരക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഫ്ലാമിനിനസ് ഈ അവസരം മുതലാക്കി. തന്റെ സൈന്യത്തിന്റെ ഇടതുവശം തകരുമ്പോഴും അവൻ സമനില കൈവിട്ടില്ല. തന്റെ വലതുവശത്തുള്ള സൈന്യത്തെയും കൂടെയുണ്ടായിരുന്ന യുദ്ധയാനകളെയും അവൻ നിക്കാനോറിന്റെ അസംഘടിതമായ സൈന്യത്തിന് നേരെ നയിച്ചു. ആനകളുടെ ചിഹ്നം വിഴി ആ കുന്നുകളിൽ മാറ്റൊലിക്കൊണ്ടു. ശരിയായ രീതിയിൽ അണിനിരക്കാതിരുന്ന മാസിഡോണിയൻ സൈനികർ ആ ഭീകരരൂപങ്ങൾക്ക് മുന്നിൽ ചിതറിയോടി. റോമൻ ലീജനുകൾ അവരെ പിന്തുടർന്ന് കൊന്നൊടുക്കി. യുദ്ധകളം 2ആയി വിഭജിക്കപ്പെട്ടു. ഒരിടത്ത് ഫിലിപ്പ് വിജയിക്കുന്നു, മറ്റൊരിടത്ത് ഫ്ലാമിനിനസും. യുദ്ധം ഒരു തുലാസുപോലെ ആടിനിന്നു. അധ്യായം 16. പേരില്ലാത്ത നായകൻ. റോമൻ സൈന്യത്തിന്റെ വിജയകരമായ വലതുഭാഗത്ത് പേര് ചരിത്രത്തിൽ രേഖപ്പെടുത്താത്ത ഒരു സാധാരണ മിലിറ്ററി ട്രിബ്യൂണുണ്ടായിരുന്നു. തന്റെ ഭാഗം വിജയിച്ചു എന്ന് കണ്ടിട്ടും അയാൾ അവിടെ നിന്നില്ല. യുദ്ധക്കളത്തിന്റെ മറുഭാഗത്ത് തന്റെ സഹസൈനികർ ഫലാങ്സിനു മുന്നിൽ ഞെരിഞ്ഞമരുന്നത് അയാൾ കണ്ടു. ഒരു നിമിഷം പോലും ചിന്തിക്കാതെ അയാൾ ഒരു സാഹസത്തിന് മുതിർന്നു. തന്റെ കൽപ്പനയിലുണ്ടായിരുന്ന 20 മാനിപ്പിളുകളെ, ഏകദേശം 2500 സൈനികരെ പ്രധാന സൈന്യത്തിൽ നിന്ന് വേർപെടുത്തി അയാൾ യുദ്ധക്കളം കുറുകെ ഓടി. ആരും പ്രതീക്ഷിക്കാത്ത ഒരു നീക്കമായിരുന്നു അത്. അയാൾ ഫിലിപ്പിന്റെ വിജയകരമായ ഫലാങ്സിന്റെ പിന്നിലേക്ക് കുതിച്ചു. ഫലാങ്സിന്റെ ശക്തി അതിന്റെ മുൻഭാഗത്തായിരുന്നു. പിന്നിൽ നിന്നും വശങ്ങളിൽ നിന്നുമുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ അതിന് കഴിഞ്ഞിരുന്നില്ല. ഈ പേരില്ലാത്ത ട്രിബ്യൂണിന്റെ ഈ നീക്കം യുദ്ധത്തിന്റെ ഗതി മാറ്റിയെഴുതാൻ പോവുകയായിരുന്നു. അധ്യായം 17. സെരിസയുടെ പതനം. പിന്നിൽ നിന്നുള്ള അപ്രതീക്ഷിത ആക്രമണത്തിൽ ഫലാങ്സ് പകച്ചുപോയി. അവരുടെ നീണ്ട കുന്തങ്ങൾ പിന്നോട്ട് തിരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. റോമൻ സൈനികർ അവരുടെ വാളുകളുമായി ആ ഉരുക്കുകോട്ടയുടെ ഉള്ളിലേക്ക് ഇരച്ചു കയറി. അടുത്ത 10 മിനിറ്റിനുള്ളിൽ നടന്നത് ഒരു യുദ്ധമായിരുന്നില്ല, ഒരു കശാപ്പായിരുന്നു. അതുവരെ മുന്നോട്ട് കുതിച്ചിരുന്ന ഫലാങ്സ് ഒരു നിമിഷം കൊണ്ട് തകർന്ന് തരിപ്പണമായി. മുന്നിൽ നിന്നും പിന്നിൽ നിന്നും ഒരേ സമയം ആക്രമണം നേരിട്ട മെസഡോണിയൻ സൈനികർക്ക് രക്ഷപ്പെടാൻ പഴുതുകളുണ്ടായിരുന്നില്ല. ഫിലിപ്പ് തന്റെ കൺമുന്നിൽ തന്റെ സൈന്യം ഉന്മൂലനം ചെയ്യപ്പെടുന്നത് നിസ്സഹായനായി നോക്കിനിന്നു. യുദ്ധം തനിക്ക് നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ അയാൾ ഏതാനും കുതിരപ്പടയാളികളോടൊപ്പം യുദ്ധകളത്തിൽ നിന്ന് പലായനം ചെയ്തു. സിനോസ്കെഫലയിലെ യുദ്ധം അവസാനിച്ചപ്പോൾ 8,000 മെസഡോണിയക്കാർ മരിച്ചു വീണിരുന്നു. 5,000 പേരെ തടവുകാരായി പിടിച്ചു. റോമിന്റെ നഷ്ടം വെറും 700 പേരായിരുന്നു. അലക്സാണ്ടറിന്റെ ഫലാങ്സ് എന്ന ഇതിഹാസം റോമിന്റെ ലീജിയൻ എന്ന പുതിയ യാഥാർത്ഥ്യത്തിനു മുന്നിൽ മുട്ടുമടക്കി. അധ്യായം 18. ഗ്രീസിന്റെ സ്വാതന്ത്ര്യം. സിനോസ്കെഫലയിലെ പരാജയം മെസഡോണിന്റെ നട്ടല്ലൊടിച്ചു. ഫിലിപ്പിന് റോം മുന്നോട്ടുവച്ച സമാധാന ഉടമ്പടി അംഗീകരിക്കുകയില്ലാതെ മറ്റു മാർഗമുണ്ടായിരുന്നില്ല. അതൊരു സമാധാന ഉടമ്പടി എന്നതിലുപരി ഒരു കീഴടങ്ങൽ രേഖയായിരുന്നു. ഗ്രീസിലെ എല്ലാ നഗരങ്ങളിൽ നിന്നും ഫിലിപ്പ് പിന്മാറേണ്ടി വന്നു. ഏഷ്യ മൈനറിലെയും ഏജിയനിലെയും തങ്ങളുടെ അധീന പ്രദേശങ്ങൾ ഉപേക്ഷിക്കേണ്ടി വന്നു. ഒരു വലിയ തുക യുദ്ധനഷ്ടപരിഹാരമായി നൽകേണ്ടി വന്നു. നാവികസേനയെ പൂർണ്ണമായി നശിപ്പിച്ചു. മകൻ ഡെമേട്രിയസിനെ ബന്ധിയായി റോമിലേക്ക് അയക്കേണ്ടി വന്നു.
ഫിലിപ്പ് അഞ്ചാമൻ എന്ന ശക്തനായ രാജാവ് റോമിന്റെ ഒരു പാവയായി മാറി. ക്രിസ്തുപൂർവ്വം 196 കൊരിന്തൽ വെച്ച് നടന്ന ഇസ്തമിയൻ കായികമേളയിൽ ആയിരക്കണക്കിന് ഗ്രീക്കുകാർ തടിച്ചുകൂടിയിരുന്നു. ആൾക്കൂട്ടത്തിന്റെ നടുവിലേക്ക് ഒരു റോമൻ ദൂതൻ കടന്നുവന്നു. ഒരു നിമിഷം സ്റ്റേഡിയം നിശബ്ദമായി. റോമൻ സെനറ്റും കോൺസൽ ടൈറ്റസ് ക്വിൻഷ്യസ് ഫ്ലാമിനും മസഡോണിയക്കാരെ പരാജയപ്പെടുത്തിയ ശേഷം എല്ലാ ഗ്രീക്ക് ജനതയും സ്വതന്ത്രരും സ്വന്തം നിയമങ്ങൾക്ക് കീഴിൽ ജീവിക്കുന്നവരും നികുതികളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടവരുമാണെന്ന് ഇതിനാൽ പ്രഖ്യാപിക്കുന്നു. ആദ്യം ആരും അത് വിശ്വസിച്ചില്ല. സ്റ്റേഡിയത്തിൽ അവിശ്വസനീയമായ നിശബ്ദത തളംകെട്ടി നിന്നു. പിന്നെ പതിയെ അതൊരാർപ്പുവിളിയായി, ഒരു കൊടുങ്കാറ്റായി മാറി. ജനങ്ങൾ ആഹ്ലാദത്താൽ മതിമറന്നു. അവർ ഫ്ലാമിനിനസിനെ തോളിലേറ്റി. അവനായിരുന്നു അവരുടെ വിമോചകൻ, അവരുടെ രക്ഷകൻ. ഗ്രീസ് സ്വതന്ത്രമായി. എന്നാൽ ആ സ്വാതന്ത്ര്യം റോം നൽകിയ ഒരു സമ്മാനമായിരുന്നു. ആ സമ്മാനത്തിന് വലിയ ഒരു വിലയുണ്ടായിരുന്നു. ഗ്രീസിന്റെ വിധി ഇനി നിർണയിക്കുന്നത് റോമായിരിക്കും. കിഴക്ക് ഒരു പുതിയ ശക്തി ഉദിക്കുകയായിരുന്നു. ഫിലിപ്പിന്റെ പതനം സൃഷ്ടിച്ച അധികാരശൂന്യതയിൽ സെല്യൂക്കിഡ് സാമ്രാജ്യത്തിലെ അന്റിയോക്കസ് മൂന്നാമൻ എന്ന പുതിയൊരു കളിക്കാരൻ കാലെടുത്തുവയ്ക്കാൻ തയ്യാറാവുകയായിരുന്നു. റോമും അന്റിയോക്കസും തമ്മിലുള്ള ഒരു പുതിയ പോരാട്ടത്തിന് അരങ്ങൊരുങ്ങുകയായിരുന്നു. ഭാഗം 6 കിഴക്കൻ സിംഹം. അധ്യായം 19. അന്റിയോക്കസ് മഹാൻ. റോമും മെസഡോണും ഗ്രീസിന്റെ മണ്ണിൽ ചോരപ്പുഴ ഒഴുക്കുമ്പോൾ കിഴക്ക് സെല്യൂക്കിഡ് സാമ്രാജ്യത്തിന്റെ അധിപനായ അന്റിയോക്കസ് മൂന്നാമൻ തന്റെ സാമ്രാജ്യം വികസിപ്പിക്കുകയായിരുന്നു. അലക്സാണ്ടറിന്റെ സാമ്രാജ്യത്തിലെ ഏറ്റവും വലിയ ഭാഗം ഭരിച്ചിരുന്നത് അദ്ദേഹമായിരുന്നു. ഇന്ത്യയുടെ അതിർത്തികൾ മുതൽ ഏഷ്യ മൈനർ വരെ പരന്നുകിടന്ന ഒരു വലിയ ഭൂപ്രദേശം. തന്റെ പൂർവികനായ സെല്യൂക്കസിനെപ്പോലെ അലക്സാണ്ടറിന്റെ യഥാർത്ഥ പിൻഗാമിയായി സ്വയം കണ്ടിടുന്ന അന്റിയോക്കസ് മഹാൻ എന്ന പേര് സ്വയം ചാർത്തിയിരുന്നു. 5ാമത്തെ സിറിയൻ യുദ്ധത്തിൽ ഈജിപ്തിനെ പരാജയപ്പെടുത്തി തർക്കപ്രദേശങ്ങളായിരുന്ന കോലെ സിറിയയും ഫിനീഷ്യയും അദ്ദേഹം പിടിച്ചടക്കി. റോമിന്റെ ശ്രദ്ധ പടിഞ്ഞാറ് കേന്ദ്രീകരിച്ചപ്പോൾ കിഴക്കിന്റെ അധിപനായി അദ്ദേഹം സ്വയം അവരോധിച്ചു. ഫിലിപ്പിന്റെ പതനം അദ്ദേഹത്തിനു മുന്നിൽ പുതിയ അവസരങ്ങളുടെ വാതിലുകൾ തുറന്നിരുന്നു. മെസഡോൺ ഒഴിഞ്ഞുപോയ ഏഷ്യ മൈനറിലെയും ഈജിയനിലെയും ഗ്രീക്ക് നഗരങ്ങൾ പിടിച്ചെടുക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. അദ്ദേഹം സൈന്യവുമായി ഹെല്ലസ്പോണ്ട് കടന്ന് യൂറോപ്പിലേക്ക് പ്രവേശിച്ചു. ലിസിമാക്കിയ എന്ന തന്ത്രപ്രധാന നഗരം പുനർനിർമ്മിച്ച് അതിനെ തന്റെ യൂറോപ്യൻ തലസ്ഥാനമാക്കി. റോമിന്റെ വിമോചിത ഗ്രീക്ക് നഗരങ്ങളുടെ തൊട്ടടുത്ത് മറ്റൊരു വിമോചകൻ പ്രത്യക്ഷപ്പെടുന്നത് റോമിന് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. അധ്യായം 20. 2 ഇതിഹാസങ്ങളുടെ കണ്ടുമുട്ടൽ. ക്രിസ്തുമുമ്പ് 195 എഫെസസിലെ അന്ത്യോക്കസിന്റെ കൊട്ടാരത്തിലേക്ക് ക്ഷീണിതനായ ഒരു അതിഥി കടന്നുവന്നു. ആഫ്രിക്കയിൽ നിന്ന് പലായനം ചെയ്ത റോമിന്റെ പേടിസ്വപ്നമായിരുന്ന സാക്ഷാൽ ഹാനിബാൽ ബാർക്കേയായിരുന്നു അത്. സ്വന്തം നാട്ടുകാരാൽ ഒറ്റിക്കപ്പെട്ട് റോമിന്റെ പ്രതികാരത്തിൽ നിന്ന് രക്ഷനേടാൻ ഒരഭയം തേടിയാണ് അദ്ദേഹം അവിടെ എത്തിയത്. 2 വലിയ സൈനിക പ്രതിഭകളുടെ ആ കണ്ടുമുട്ടൽ ചരിത്രത്തിലെ ഒരു നിർണായക നിമിഷമായിരുന്നു. എന്നാൽ തുടക്കം അത്ര സുഖകരമായിരുന്നില്ല. ഹാനിബാലിന്റെ പ്രസക്തിയിൽ അന്ത്യോക്കസിന് അസൂയയുണ്ടായിരുന്നു. റോമിനെതിരെ പോരാടാൻ ഹാനിബാലിന്റെ ഉപദേശം തേടുമ്പോഴും ആ കാർത്തേജീനിയൻ ജനറൽ തന്റെ പ്രസക്തി തട്ടിയെടുക്കുമോ എന്ന് അദ്ദേഹം ഭയന്നു. റോമൻ നയതന്ത്രജ്ഞർ ഈ ഭയം മുതലെടുത്തു. അവർ അന്ത്യോക്കസിന്റെ കൊട്ടാരത്തിലെത്തി ഹാനിബാലിനെ പൂർണ്ണമായി അവഗണിച്ചു. എന്നിട്ട് രാജാവിന് മാത്രം അമിതമായ പ്രാധാന്യം നൽകി. ഇത് അന്ത്യോക്കസിന്റെ സംശയങ്ങൾ വർദ്ധിപ്പിച്ചു. ഹാനിബാൽ ഒരു റോമൻ ചാരനാണോ എന്നുപോലും അദ്ദേഹം സംശയിച്ചു. തന്റെ നില പരുങ്ങലിലാണെന്ന് മനസ്സിലാക്കിയ ഹാനിബാൽ അന്ത്യോക്കസിനെ നേരിൽ കണ്ടു. രാജൻ, എനിക്ക് 9 വയസ്സുള്ളപ്പോൾ എന്റെ അച്ഛൻ ഹാമിൽക്കാർ ബാർക്കെ എന്നെ ബാലിന്റെ അൾത്താരയ്ക്ക് മുന്നിൽ കൊണ്ടുപോയി നിർത്തി. റോമിന്റെ നിത്യശത്രുവായിരിക്കുമെന്നാണ് അന്ന് ഞാൻ പ്രതിജ്ഞയെടുത്തത്. ആ പ്രതിജ്ഞ ഞാൻ ഇതുവരെ ലംഘിച്ചിട്ടില്ല. എന്റെ ശിരകളിലോടുന്ന അവസാന തുള്ളി രക്തം വരെ ഞാൻ റോമിനോട് പോരാടും. ഹാനിബാലിന്റെ വാക്കുകളിലെ സത്യസന്ധത അന്ത്യോക്കസിന്റെ സംശയങ്ങൾ അകറ്റി. അദ്ദേഹം ഹാനിബാലിനെ തന്റെ സൈനിക ഉപദേഷ്ടാക്കളിൽ ഒരാളായി നിയമിച്ചു. റോമിനെതിരെ പോരാടാൻ 2 സിംഹങ്ങൾ ഒന്നിക്കുകയായിരുന്നു. അധ്യായം 21. തെർമോപൈലയിലെ പ്രതിധ്വനി. റോമും അന്ത്യോക്കസും തമ്മിലുള്ള യുദ്ധം ഒഴിവാക്കാനാവാത്തതായി. ഗ്രീസിലെ ഇറ്റോയിലിയൻ ലീഗ് റോമിന് തങ്ങളെ വഞ്ചിച്ചു എന്നാരോപിച്ച് അന്ത്യോക്കസിനെ തങ്ങളുടെ വിമോചകനായി ഗ്രീസിലേക്ക് ക്ഷണിച്ചു. അതൊരു കെണിയായിരുന്നു. ഗ്രീക്കുകാർക്കിടയിലെ അനൈക്യം മുതലെടുത്ത് റോം തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന് അന്ത്യോക്കസ് കരുതി. ക്രിസ്തുമുമ്പ് 192 ചെറിയ ഒരു സൈന്യവുമായി അന്ത്യോക്കസ് ഗ്രീസിൽ കാലുകുത്തി. താൻ വരുമ്പോൾ എല്ലാ ഗ്രീക്ക് നഗരങ്ങളും തന്നോടൊപ്പം ചേരുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചു. എന്നാൽ അതുണ്ടായില്ല. ഫിലിപ്പിനെ പരാജയപ്പെടുത്തിയ റോമിന്റെ ശക്തിയെ അവർ ഭയന്നു. റോമൻ സൈന്യം ഗ്രീസിലേക്ക് വരുന്നതറിഞ്ഞ അന്ത്യോക്കസ് ചരിത്രപ്രസിദ്ധമായ തെർമോപൈലെ മരലിടുക്കിൽ തന്റെ പ്രതിരോധം തീർക്കാൻ തീരുമാനിച്ചു. 300 സ്പാർട്ടന്മാർ ഒരു വലിയ പേർഷ്യൻ സൈന്യത്തെ തടഞ്ഞു നിർത്തിയ അതേ സ്ഥലം.
ചരിത്രം ആവർത്തിക്കുമെന്ന് അദ്ദേഹം കരുതി. എന്നാൽ ഇത്തവണ കാര്യങ്ങൾ വ്യത്യസ്തമായിരുന്നു. കോൺസൽ ഗ്ലാബ്രിയയുടെ നേതൃത്വത്തിലുള്ള റോമൻ സൈന്യം പേർഷ്യക്കാരെ പോലെ വിഡ്ഢികളായിരുന്നില്ല. ലിയോണിഡാസിനെ ചതിച്ച അതേ രഹസ്യപാതയെക്കുറിച്ച് അവർക്കും അറിയാമായിരുന്നു. മാർക്കസ് പോർഷ്യസ് കാറ്റോയുടെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം റോമൻ സൈന്യം രാത്രിയുടെ മറവിൽ ആ മലമ്പാതയിലൂടെ കയറി അന്ത്യോക്കസിന്റെ സൈന്യത്തിന് പിന്നിലെത്തി. ഒരിക്കൽ കൂടി തെർമോപൈലയിൽ പിന്നിൽ നിന്നുള്ള ആക്രമണം വിധിയെഴുതി. അന്ത്യോക്കസിന്റെ സൈന്യം ചിതറിയോടി. രാജാവിന് കഷ്ടിച്ച് ജീവനും കൊണ്ട് ഏഷ്യ മൈനറിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നു. ഗ്രീസിലെ അദ്ദേഹത്തിന്റെ സാഹസിക യാത്ര ഒരു ദുരന്തത്തിൽ അവസാനിച്ചു. എന്നാൽ യുദ്ധം അവസാനിച്ചിരുന്നില്ല. അതതിന്റെ യഥാർത്ഥ പോർക്കളത്തിലേക്ക് നീങ്ങുകയായിരുന്നു. റോമിന്റെ കഴുകൻ ആദ്യമായി ഏഷ്യയുടെ മണ്ണിലേക്ക് പറക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു. അന്ത്യോക്കസിന്റെ വിശാലമായ സാമ്രാജ്യത്തിന്റെ ഹൃദയത്തിൽ വച്ച് ലോകത്തിന്റെ ഭാവി നിർണയിക്കാൻ പോകുന്ന ഒരു മഹായുദ്ധത്തിന് കളമൊരുങ്ങുകയായിരുന്നു. ഭാഗം 7 ഏഷ്യൻ ചൂതാട്ടം. അധ്യായം 22 കടൽ ചെന്നായ്ക്കൾ. ഏഷ്യയിലേക്കൊരു സൈന്യത്തെ എത്തിക്കണമെങ്കിൽ ആദ്യം കടൽ നിയന്ത്രിക്കണം. ഈജിയൻ കടലിന്റെ ആധിപത്യത്തിനായി റോമും സെല്യൂസിഡ് സാമ്രാജ്യവും തമ്മിലൊരു നിഴൽ യുദ്ധം ആരംഭിച്ചു. റോമിന്റെ നാവികസേനയെ നയിച്ചത് ഗായസ് ലിവിയസ് സാലിനേറ്റർ എന്നു പ്രിയേറ്ററായിരുന്നു. അദ്ദേഹത്തിന്റെ സഹായികളായി പെർഗമത്തിലെയും റോഡ്സിലെയും പരിചയസമ്പന്നരായ നാവികരുണ്ടായിരുന്നു. അന്ത്യോക്കസിന്റെ നാവികസേനയുടെ തലവൻ പോഡിസ്നീദാസ് എന്ന റോഡ്സിൽ നിന്ന് നാടുകടത്തപ്പെട്ട ഗ്രീക്കുകാരനായിരുന്നു. ആദ്യത്തെ പ്രധാന ഏറ്റുമുട്ടൽ നടന്നത് കോറിക്കസ് മുനമ്പിന് സമീപമാണ്. റോമൻ പെർഗമൻ സംയുക്തസേന പോളിക്സ്നിദാസിന്റെ കപ്പൽ വ്യൂഹത്തെ പരാജയപ്പെടുത്തി. എന്നാൽ അതൊരു പൂർണ്ണ വിജയമായിരുന്നില്ല. പോളിക്സ്നിദാസ് തന്റെ കപ്പലുകളുമായി എഫെസസിലെ തുറമുഖത്ത് അഭയം തേടി. അതേസമയം അന്ത്യോക്കസ് തന്റെ രണ്ടാമത്തെ തുറുപ്പുചീട്ടി ഇറക്കി. ഫിനീഷ്യൻ തീരത്ത് ഒരു പുതിയ നാവികസേന സജ്ജമാക്കാൻ അദ്ദേഹം ഹാനിബാലിനെ ചുമതലപ്പെടുത്തി. ഒരു കരസേനാ മേധാവിക്ക് നാവികസേനയുടെ ചുമതല നൽകുന്നത് വിചിത്രമായി തോന്നിയേക്കാം. എന്നാൽ ഹാനിബാലിന്റെ സംഘാടന മികവിൽ അന്ത്യോക്കസ് വിശ്വസിച്ചു. ഹാനിബാലിന്റെ വരവ് റോമൻ സഖ്യത്തിൽ ആശങ്കയുണ്ടാക്കി. അദ്ദേഹത്തെ തടയാൻ റോഡ്സിന്റെ നാവികസേന പുറപ്പെട്ടു. യൂറിമീഡോൺ നദിയുടെ അഴിമുഖത്തുവെച്ച് അവർ ഏറ്റുമുട്ടി. ഹാനിബാലിന്റെ കപ്പലുകൾ എണ്ണത്തിൽ കുറവായിരുന്നു. എന്നാൽ അദ്ദേഹം ധീരമായി പോരാടി. എന്നാൽ റോഡ്സിലെ നാവികരുടെ അനുഭവസമ്പന്നരുടെ മുന്നിൽ അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാനായില്ല. ഹാനിബാലിന്റെ ആദ്യത്തെയും അവസാനത്തെയും നാവികയുദ്ധം ഒരു പരാജയത്തിൽ കലാശിച്ചു. ഈജിയൻ കടലിലെ അവസാനത്തെ നിർണായക നാവികയുദ്ധം നടന്നത് മയോനസസ് മുനമ്പിന് സമീപമാണ്. റോമൻ കപ്പലുകളുടെ ഭാരവും ശത്രുക്കളുടെ കപ്പലുകളിലേക്ക് ചാടിക്കയറി പോരാടുന്ന ബോർഡിംഗ് ടാക്ടിക്സ്, അതായത് അവരുടെ തന്ത്രവും ഒരിക്കൽ കൂടി വിജയിച്ചു. പോളിക്സ്നിദാസിന്റെ നാവികസേന പൂർണ്ണമായി തകർന്നു. ഈജിയൻ കടൽ റോമിന്റെ നിയന്ത്രണത്തിലായി. ഏഷ്യയിലേക്കുള്ള വഴി തുറന്നുകിട്ടി. അധ്യായം 23 കിഴക്കിന്റെ റൂബിക്കോൺ കടക്കുന്നു. ക്രിസ്തുപൂർവം 190-ൽ റോമൻ ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തമായ 2 സഹോദരന്മാർ ഗ്രീസിലെത്തി. കോൺസലായി തിരഞ്ഞെടുക്കപ്പെട്ട ലൂസിയസ് കൊർണേലിയസ് സിപ്പിയോയും അദ്ദേഹത്തിന്റെ ഉപദേഷ്ടാവായി ഒപ്പം വന്ന ഹാനിബാളിനെ പരാജയപ്പെടുത്തിയ സാക്ഷാൽ സിപ്പിയോ ആഫ്രിക്കാനസും. ലൂസിയസ് ആയിരുന്നു ഔദ്യോഗികമായി സൈന്യത്തിന്റെ തലവനെങ്കിലും യഥാർത്ഥത്തിൽ തീരുമാനങ്ങളെല്ലാം എടുത്തിരുന്നത് ആഫ്രിക്കാനസായിരുന്നു. അവരുടെ സൈന്യം മാസിഡോണിയയിലൂടെ മാർച്ച് ചെയ്തു. പഴയ ശത്രുവായ ഫിലിപ്പ് അഞ്ചാമൻ ഇപ്പോൾ റോമിന്റെ സഖ്യകക്ഷിയായിരുന്നു. റോമൻ സൈന്യത്തിനു വേണ്ട എല്ലാ സഹായങ്ങളും നൽകാൻ അയാൾ നിർബന്ധിതനായി. ഹെല്ലസ്പോണ്ടിന്റെ തീരത്തെത്തിയ റോമൻ സൈന്യം ചരിത്രത്തിലാദ്യമായി ഒരു യുദ്ധത്തിനായി യൂറോപ്പിൽ നിന്ന് ഏഷ്യയിലേക്ക് കടന്നു. അതൊരു പുതിയ യുഗത്തിന്റെ തുടക്കമായിരുന്നു. റോമൻ സൈന്യം ഏഷ്യയിൽ കാലുകുത്തിയെന്ന വാർത്ത അന്ത്യോക്കസിനെ ഞെട്ടിച്ചു. യുദ്ധത്തിന്റെ മുഴുവൻ ചിലവും വഹിക്കാമെന്നും യൂറോപ്പിലെ എല്ലാ പ്രദേശങ്ങളും വിട്ടുനൽകാമെന്നും അദ്ദേഹം വാഗ്ദാനം ചെയ്തു. എന്നാൽ സിപ്പിയോ ആഫ്രിക്കാനസിന്റെ മറുപടി കണിശമായിരുന്നു. ഏഷ്യ മൈനറിലെ ടോറസ് പർവ്വത നിരകൾക്ക് പടിഞ്ഞാറുള്ള എല്ലാ പ്രദേശങ്ങളും ഉപേക്ഷിക്കുക, യുദ്ധത്തിന്റെ മുഴുവൻ ചെലവും നൽകുക, എങ്കിൽ മാത്രം സമാധാനം. അതൊരു അന്ത്യശാസനമായിരുന്നു. തന്റെ സാമ്രാജ്യത്തിന്റെ പകുതിയോളം വിട്ടുകൊടുക്കാൻ അന്ത്യോക്കസ് തയ്യാറായിരുന്നില്ല. യുദ്ധം അനിവാര്യമായി. അധ്യായം 24 രാഷ്ട്രങ്ങളുടെ സൈന്യം. അന്ത്യോക്കസ് തന്റെ വിശാലമായ സാമ്രാജ്യത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും സൈന്യത്തെ ഒരുമിച്ചുകൂട്ടി. അതൊരു ഭീമാകാരമായ സൈന്യമായിരുന്നു. മാസിഡോണിയൻ ശൈലിയിലുള്ള ഫലാങ്സ്, വെള്ളിക്കവചമണിഞ്ഞ സിൽവർ ഷീൽഡ് എന്നറിയപ്പെടുന്ന എലൈറ്റ് യൂണിറ്റ്, ഗലാത്യയിൽ നിന്നുള്ള ക്രൂരരായ യോദ്ധാക്കൾ, കപ്പഡോക്കിയയിൽ നിന്നുള്ള വാളുകാർ, ഇരുമ്പിൽ പൊതിഞ്ഞ കുതിരകളും കുതിരപ്പടയാളികളുമടങ്ങിയ കാറ്റഫ്രാക്റ്റുകൾ, ശത്രുനിരകളെ അരിഞ്ഞുവീഴ്ത്താൻ ചക്രങ്ങളിൽ മൂർച്ചയുള്ള വാളുകൾ ഘടിപ്പിച്ച സ്കൈത്ത് ചാരിയറ്റ്സ്, പിന്നെ
50-ലധികം ഭീമാകാരമായ ഇന്ത്യൻ യുദ്ധയാനകളും. അതൊരു രാഷ്ട്രങ്ങളുടെ സൈന്യമായിരുന്നു. എണ്ണത്തിൽ അവർ റോമൻ സൈന്യത്തെക്കാൾ വളരെ മുന്നിലായിരുന്നു. എന്നാൽ ഈ വൈവിധ്യം തന്നെയായിരുന്നു അതിന്റെ ഏറ്റവും വലിയ ദൗർബല്യവും. പല ഭാഷകൾ സംസാരിക്കുന്ന, പല യുദ്ധതന്ത്രങ്ങൾ ശീലിച്ച ആ സൈന്യത്തെ ഒരുമിച്ച് നിയന്ത്രിക്കുക എളുപ്പമായിരുന്നില്ല. മറുവശത്ത് റോമൻ സൈന്യം എണ്ണത്തിൽ കുറവായിരുന്നെങ്കിലും ഒരേ ഭാഷ സംസാരിക്കുന്ന, ഒരേ പരിശീലനം ലഭിച്ച, ഒരേ ലക്ഷ്യത്തിനായി പോരാടുന്ന അച്ചടക്കമുള്ള ഒരു സൈനിക മെഷീനായിരുന്നു. അവരുടെ കരുത്ത് ഐക്യത്തിലായിരുന്നു. ഏഷ്യ മൈനറിലെ മാഗ്നീഷ്യ എന്ന സ്ഥലത്തെ വിശാലമായ സമതലത്തിൽ വെച്ച് ആ രണ്ട് ലോകങ്ങളും ഏറ്റുമുട്ടാൻ തയ്യാറായി നിന്നു. കിഴക്കിന്റെ ഭാവിയും പടിഞ്ഞാറിന്റെ ഭാവിയും ആ യുദ്ധക്കളത്തിൽ വെച്ച് നിർണയിക്കപ്പെടാൻ പോകുകയായിരുന്നു. ഭാഗം 8. മാഗ്നീഷ്യയിലെ വിധി. അധ്യായം 25. ആനകളും രഥങ്ങളും. ക്രിസ്തുപൂർവം 190-ലെ ഒരു തണുത്ത പ്രഭാതത്തിൽ മാഗ്നീഷ്യയിലെ സമതലത്തിൽ പൊടിപടലങ്ങൾ ഉയർന്നു. യുദ്ധം ആരംഭിച്ചത് അന്ത്യോക്കസിന്റെ ഒരു തകർപ്പൻ നീക്കത്തോടെയായിരുന്നു. തന്റെ ഭീകരമായ ആയുധമായ ചക്രങ്ങളിൽ വാളുകൾ ഘടിപ്പിച്ച രഥങ്ങളെ അദ്ദേഹം റോമൻ സൈന്യത്തിനു നേരെ അയച്ചു. ആ രഥങ്ങൾ ശത്രുനിരകളിലേക്ക് പാഞ്ഞുകയറി അവരെ അരിഞ്ഞുവീഴ്ത്തും എന്നായിരുന്നു അദ്ദേഹം കണക്കുകൂട്ടിയത്. എന്നാൽ റോമൻ സൈന്യത്തിന്റെ സഖ്യകക്ഷിയായ പെർഗമമിലെ രാജാവ് യൂമനസ് രണ്ടാമൻ ഒരു മികച്ച തന്ത്രം പ്രയോഗിച്ചു. അദ്ദേഹം തന്റെ കുതിരപ്പടയാളികളോടും അമ്പെയ്ത്തുകാരോടും ആ രഥങ്ങളെ നേരിട്ടാക്രമിക്കാതെ അവയുടെ കുതിരകളെ ലക്ഷ്യം വെച്ച് അമ്പെയ്യാനും ഒപ്പം വലിയ ശബ്ദമുണ്ടാക്കി കുതിരകളെ വിരട്ടാനും നിർദ്ദേശിച്ചു. അമ്പുകളും കുന്തങ്ങളും കൊണ്ട് മുറിവേറ്റ കുതിരകൾ വേദന കൊണ്ട് പൊളഞ്ഞു. ഭയന്നു വിരണ്ടവ നിയന്ത്രണം വിട്ട് തിരിഞ്ഞോടി. ആ ഭീകരമായ രഥങ്ങൾ അവയുടെ സ്വന്തം സൈന്യത്തിലേക്ക് തന്നെ പാഞ്ഞുകയറി. അന്ത്യോക്കസിന്റെ ഇടതുവശം യുദ്ധം തുടങ്ങുന്നതിനു മുൻപ് തന്നെ താറുമാറായി. അധ്യായം 26. 2 ചിറകുകൾ 2 വിധികൾ. ഈ ആശയക്കുഴപ്പം മുതലെടുത്ത് യൂമനസിന്റെ കുതിരപ്പട സെലൂസിഡ് സൈന്യത്തിന്റെ തകർന്ന ഇടതുവശത്തേക്ക് ഇരച്ചുകയറി. അവിടെയുണ്ടായിരുന്ന കാലാൾപ്പടയും കുതിരപ്പടയും ആ ആക്രമണത്തിൽ ചിതറിപ്പോയി. എന്നാൽ യുദ്ധക്കളത്തിന്റെ മറുഭാഗത്ത് കഥ മറ്റൊന്നായിരുന്നു. അന്റിയോക്കസ് മഹാൻ തന്റെ പേരിനെ അൻവർത്ഥമാക്കുന്ന രീതിയിൽ തന്റെ ഏറ്റവും മികച്ച കുതിരപ്പടയായ കാറ്റോഫ്രാക്റ്റുകളെ നയിച്ചുകൊണ്ട് റോമൻ സൈന്യത്തിന്റെ ഇടതുവശം ആക്രമിച്ചു. ആ ഇരുമ്പു മനുഷ്യരുടെ ആക്രമണത്തിന്റെ ശക്തിയിൽ റോമൻ ലിജിയണുകൾക്ക് പിടിച്ചു നിൽക്കാനായില്ല. അവർ പിൻവാങ്ങാൻ തുടങ്ങി. വിജയലഹരിയിൽ അന്റിയോക്കസ് പിൻവാങ്ങുന്ന റോമൻ സൈന്യത്തെ പിന്തുടർന്നു. അയാൾ അവരെ അവരുടെ പാളയം വരെ തുരത്തി. തന്റെ സൈന്യത്തിന്റെ മറ്റു ഭാഗങ്ങൾക്ക് എന്തു സംഭവിക്കുന്നു എന്ന് ശ്രദ്ധിക്കാതെ ആ വിജയത്തിൽ മതിമറന്നതായിരുന്നു അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അധ്യായം 27. കേന്ദ്രത്തിലെ തകർച്ച. ആന്റിയോക്കസ് യുദ്ധക്കളത്തിൽ നിന്ന് അകലെയായിരുന്നപ്പോൾ മധ്യഭാഗത്ത് റോമൻ ജനറൽ ഡൊമീഷ്യസ് ഹെനോബാർബസ് തന്റെ ലീജിയണുകളെ മുന്നോട്ടു നയിച്ചു. അവരുടെ ലക്ഷ്യം സെലൂസിഡ് സൈന്യത്തിന്റെ ഹൃദയഭാഗമായ ഫലാങ്സ് ആയിരുന്നു. സിനോസ്കാഫലയിൽ സംഭവിച്ചതുപോലെ ഫലാങ്സ് ഒരു നേർരേഖയിൽ ശക്തമായിരുന്നു. എന്നാൽ റോമൻ ലീജിയണുകൾ അവരെ നേരിട്ടാക്രമിച്ചില്ല. അവർ ഫലാങ്സിന്റെ വശങ്ങളിലേക്ക് അമ്പുകളും കുന്തങ്ങളും എയ്തു. അതോടൊപ്പം യൂമേനസിന്റെ കുതിരപ്പട സെലൂസിഡ് സൈന്യത്തിന്റെ ഇടതുവശം പൂർണ്ണമായി തകർത്ത ശേഷം ഫലാങ്സിന്റെ പിന്നിലേക്ക് വളഞ്ഞു. മുന്നിൽ നിന്ന് ലീജിയണുകളുടെ സമ്മർദ്ദം, വശങ്ങളിൽ നിന്ന് അമ്പുകളുടെ വർഷം, പിന്നിൽ നിന്ന് കുതിരപ്പടയുടെ ആക്രമണം. ഫലാങ്സ് കുടുങ്ങി. അവരുടെ നീണ്ട കുന്തങ്ങൾ എല്ലാ ദിശകളിലേക്കും ഒരേ സമയം തിരിക്കാനായില്ല. ആനകൾ വിരണ്ടോടി സ്വന്തം സൈനികരെ ചവിട്ടിമെതിച്ചു. അച്ചടക്കം നഷ്ടപ്പെട്ട ആ ഭീമാകാരമായ സൈന്യം പതിയെ തകരാൻ തുടങ്ങി. റോമൻ ലീജിയണറുമാർ തങ്ങളുടെ ചെറിയ വാളുകളുമായി ഫലാങ്സിനിടയിലെ വിടവുകളിലൂടെ നുഴഞ്ഞുകയറി. അതൊരു കൂട്ടക്കൊലയായി മാറി. റോമിന്റെ പാളയത്തിൽ നിന്നുള്ള ചെറുത്തുനിൽപ്പ് കാരണം മുന്നോട്ടു പോകാനാവാതെ ആന്റിയോക്കസ് യുദ്ധക്കളത്തിലേക്ക് തിരികെ വന്നപ്പോൾ കണ്ടത് തന്റെ സൈന്യം പൂർണ്ണമായി ഉന്മൂലനം ചെയ്യപ്പെടുന്നതാണ്. ഫലാങ്സ് തകർന്നിരുന്നു. സൈന്യം 4 ഭാഗം ചിതറിയോടുകയായിരുന്നു. യുദ്ധം പൂർണ്ണമായി പരാജയപ്പെട്ടുവെന്ന് മനസ്സിലാക്കിയ ആന്റിയോക്കസ് ശേഷിച്ച സൈനികരുമായി പലായനം ചെയ്തു. മഗ്നീഷ്യയിലെ യുദ്ധം അവസാനിച്ചപ്പോൾ 50,000-ത്തിലധികം സെലൂസിഡ് സൈനികർ കൊല്ലപ്പെടുകയോ തടവുകാരാക്കുകയോ ചെയ്യപ്പെട്ടിരുന്നു. റോമിന്റെ നഷ്ടം ഏതാനും 100 മാത്രമായിരുന്നു. മഗ്നീഷ്യയിലെ വിജയം റോമിനെ മെഡിറ്ററേനിയൻ ലോകത്തെ ചോദ്യം ചെയ്യപ്പെടാത്ത ശക്തിയാക്കി മാറ്റി. ആന്റിയോക്കസിനെ അപമാനകരമായ അപാമിയ ഉടമ്പടിയിൽ ഒപ്പുവെക്കേണ്ടിവന്നു. ടോളസ് പർവ്വതനിരകൾക്ക് പടിഞ്ഞാറുള്ള എല്ലാ പ്രദേശങ്ങളും അയാൾക്ക് നഷ്ടമായി.
ഒരു ഭീമായ തുക യുദ്ധനഷ്ടപരിഹാരം നൽകേണ്ടിവന്നു. നാവികസേനയെ പൂർണ്ണമായി പിരിച്ചുവിട്ടു. ഹന്നിബാളിനെ റോമിനെ കൈമാറാൻ അയാൾ നിർബന്ധിതനായി. എന്നാൽ ഹന്നിബാൾ അതിനു മുൻപേ രക്ഷപ്പെട്ടിരുന്നു. കിഴക്കിന്റെ സിംഹത്തിന്റെ ചിറകുകൾ റോം അരിഞ്ഞു വീഴ്ത്തി. ഭാഗം 9. ചാരത്തിലെ കനലുകൾ. അധ്യായം 29. തകർന്ന സിംഹവും വളരുന്ന ചെന്നായ്കളും. സീനോസ് കാഫല്ലയിലെ പരാജയം ഫിലിപ്പ് അഞ്ചാമൻ എന്ന സിംഹത്തെ തകർത്തിരുന്നു. എന്നാൽ മാഗ്നീഷ്യയിലെ റോമിന്റെ വിജയം അയാളിൽ പുതിയ പ്രതീക്ഷകൾ നൽകി. റോമിനെ സഹായിച്ചതിന് പ്രതിഫലമായി ചില പ്രദേശങ്ങൾ തിരികെ ലഭിച്ചെങ്കിലും അത് അയാളുടെ നഷ്ടപ്പെട്ട പ്രതാപത്തിന് പകരമായില്ല. അപമാനഭാരത്താൽ നീറിയ ആ വൃദ്ധനായ രാജാവ് തന്റെ അവസാന നാളുകളിൽ ഒരേ ഒരു ലക്ഷ്യത്തോട് ജീവിച്ചു. റോമിനോടുള്ള പ്രതികാരം രഹസ്യമായി അയാൾ സൈന്യത്തെ പുനഃസംഘടിപ്പിച്ചു, ഖനികൾ തുറന്ന് സ്വർണം സംഭരിച്ചു, ആയുധങ്ങൾ നിർമ്മിച്ചു. എന്നാൽ അയാളുടെ ഏറ്റവും വലിയ വെല്ലുവിളി സ്വന്തം കൊട്ടാരത്തിനുള്ളിൽ നിന്നായിരുന്നു. അയാളുടെ 2 പുത്രന്മാർ പെർസിയസും ഡെമെട്രിയസും അധികാരത്തിനായി പരസ്പരം മത്സരിച്ചു. ഡെമെട്രിയസ് ഇളയവനായിരുന്നു. വർഷങ്ങളായി റോമിൽ ബന്ധിയായി കഴിഞ്ഞിരുന്ന അവൻ റോമൻ സംസ്കാരത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും ആരാധകനായി മാറിയിരുന്നു. റോമിലെ പല പ്രമുഖ സെനറ്റർമാരുമായും അവന് അടുത്ത സൗഹൃദമുണ്ടായിരുന്നു. റോമുമായി സമാധാനത്തിൽ കഴിയുന്നതാണ് മാസിഡോണിന്റെ ഭാവിക്ക് നല്ലതെന്ന് അവൻ വിശ്വസിച്ചു. എന്നാൽ മൂത്തവനായ പെർസിയസ് അച്ഛനെപ്പോലെ തന്നെ റോമിന്റെ കടുത്ത ശത്രുവായിരുന്നു. ഡെമിട്രിയസിന്റെ റോമൻ ചായ്വ് മാസിഡോണിന്റെ സ്വാതന്ത്ര്യത്തിനു ഭീഷണിയാണെന്നവൻ കരുതി. ഡെമിട്രിയസിനെ റോം അടുത്ത രാജാവായി വാഴിക്കാൻ ശ്രമിക്കുകയാണെന്നവൻ ഭയന്നു. അധ്യായം 30. കൊട്ടാരത്തിലെ വിഷം. പേർഷ്യസ് തന്റെ ഇളയ സഹോദരനെതിരെ ഒരു ഗൂഢാലോചന മെനഞ്ഞു. ഡെമിട്രിയസ് റോമൻ ചാരനാണെന്നും അച്ഛനെ വധിച്ച് സിംഹാസനം പിടിച്ചെടുക്കാൻ പദ്ധതിയിടുന്നുവെന്നും അവൻ ഫിലിപ്പിനെ വിശ്വസിച്ചു. അതിനായി വ്യാജ കത്തുകളും തെളിവുകളും അവൻ സൃഷ്ടിച്ചു. പ്രായവും സംശയരോഗവും തളർത്തിയ ഫിലിപ്പ് ആ കെണിയിൽ വീണു. തന്റെ പ്രിയപ്പെട്ട മകനായ ഡെമേട്രിയസിനെ അവൻ സംശയത്തോടെ നോക്കാൻ തുടങ്ങി. റോമുമായുള്ള ഡെമേട്രിയസിന്റെ ബന്ധം ഒരു രാജദ്രോഹമായി അവൻ കണ്ടു. ഒരു തണുത്ത രാത്രിയിൽ സ്വന്തം അച്ഛന്റെ കൽപ്പന പ്രകാരം ഡെമേട്രിയസിന് വിഷം നൽകി കൊലപ്പെടുത്തി. ആന്റിഗുണ്ടിയുടെ രാജവംശത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തമായിരുന്നു അത്. എന്നാൽ സത്യം അധികനാൾ മറഞ്ഞിരുന്നില്ല. താൻ ചതിക്കപ്പെടുകയായിരുന്നുവെന്ന് ഫിലിപ്പ് തിരിച്ചറിഞ്ഞു. പേർഷ്യസാണ് യഥാർത്ഥ വഞ്ചകനെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം അവനെ അധികാരത്തിൽ നിന്നും മാറ്റി നിർത്താൻ തീരുമാനിച്ചു. എന്നാൽ അതിനു മുൻപ് ദുഃഖവും കുറ്റബോധവും കാരണം തകർന്ന ആ വൃദ്ധനായ രാജാവ് മരണത്തിന് കീഴടങ്ങി. അധ്യായം 31. അവസാനത്തെ രാജാവ്. ക്രിസ്തുമുൻ 179 പേർഷ്യസ് മാസിഡോണന്റെ പുതിയ രാജാവായി. റോമിന്റെ കണ്ണിലെ കരട് ആയിരുന്നെങ്കിലും അവൻ കഴിവുറ്റ ഭരണാധികാരിയായിരുന്നു. അവൻ ജനങ്ങളുടെ നികുതിഭാരം കുറച്ചു. കർഷകർക്ക് കടങ്ങൾ ഇളവു ചെയ്തു കൊടുത്തു. മാസിഡോണിന്റെ സൈന്യത്തെയും സമ്പദ്വ്യവസ്ഥയും അവൻ ശക്തിപ്പെടുത്തി. ഗ്രീസിലെ മറ്റ് നഗരങ്ങളുമായി അവൻ സഖ്യമുണ്ടാക്കി. പേർഷ്യസിന്റെ വളർച്ച റോമിനെയും അവരുടെ സഖ്യകക്ഷിയായ പെർഗമിനെയും ഒരുപോലെ അസ്വസ്ഥമാക്കി. പെർഗമിലെ രാജാവായ യുമേനസ് രണ്ടാമൻ പേർഷ്യസ് റോമിനെതിരെ ഒരു പുതിയ യുദ്ധത്തിന് കോപ്പുകൂട്ടുകയാണെന്ന് സെനറ്റിൽ നിരന്തരം ആരോപിച്ചുകൊണ്ടിരുന്നു. റോം പേർഷ്യസിന് മുന്നറിയിപ്പുകൾ നൽകി. എന്നാൽ ഓരോ മുന്നറിയിപ്പും റോം തന്നെ നശിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണെന്ന പേർഷ്യസിന്റെ വിശ്വാസം വർദ്ധിപ്പിച്ചു. യുദ്ധം ഒഴിവാക്കാനാവാത്തതാണെന്ന് അവൻ മനസ്സിലാക്കി. മൂന്നാമത്തെ അവസാനത്തെ മാസിഡോണിയൻ യുദ്ധത്തിന് കളമൊരുങ്ങുകയായിരുന്നു. അധ്യായം 32. പിഡ്നയിലെ അന്ത്യവിധി. ക്രിസ്തുമുൻ 171 യുദ്ധം ആരംഭിച്ചു. ആദ്യത്തെ കുറച്ചു വർഷങ്ങൾ പേർഷ്യസിന് അനുകൂലമായിരുന്നു. റോമൻ ജനറൽമാരെ പലതവണ പരാജയപ്പെടുത്താൻ അവന് കഴിഞ്ഞു. എന്നാൽ ക്രിസ്തുമുൻ 168 ലൂസിയസ് എമീലിയസ് പോളസ് എന്ന അനുഭവസമ്പന്നനായ റോമൻ ജനറൽ സൈന്യത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തതോടെ യുദ്ധത്തിന്റെ ഗതി മാറി. പിഡ്ന എന്ന സ്ഥലത്തുവച്ച് ഇരു സൈന്യങ്ങളും ഏറ്റുമുട്ടി. സിനോസ് കഫാലയുടെ ഒരു തനിയാവർത്തനമായിരുന്നു അത്. പരന്ന നിലത്തിൽ മാസിഡോണിയൻ ഫലാങ്സ് റോമൻ ലീജിയനുകളെ പിന്നോട്ട് തള്ളി. എന്നാൽ പരുക്കൻ ഭൂപ്രദേശത്തേക്ക് യുദ്ധം മാറിയപ്പോൾ ഫലാങ്സിന്റെ അച്ചടക്കം നഷ്ടപ്പെട്ടു. ആ വിടവുകളിലൂടെ റോമൻ സൈനികർ നുഴഞ്ഞുകയറി. 1 മണിക്കൂറിനുള്ളിൽ യുദ്ധം അവസാനിച്ചു. 20,000-ൽ പരം മാസിഡോണിയക്കാർ കൊല്ലപ്പെട്ടു. പേർഷ്യസ് യുദ്ധക്കളത്തിൽ നിന്നും പലായനം ചെയ്തുവെങ്കിലും പിന്നീട് പിടികൂടി. റോമിൽ നടന്ന എമിലിയസ് പോളസിന്റെ വിജയഘോഷയാത്രയിൽ മാസിഡോണിന്റെ അവസാനത്തെ രാജാവായ പേർഷ്യസിനെയും ചങ്ങലകളിൽ ബന്ധിച്ച് നടത്തിച്ചു. അന്തിമാധ്യായം. ചരിത്രത്തിന്റെ ചാരം.
പിഡ്നയിലെ പരാജയത്തോടെ അലക്സാണ്ടർ സ്ഥാപിച്ച മാസിഡോണിയൻ രാജവംശം എന്നേക്കുമായി അവസാനിച്ചു. റോം മാസിഡോണിനെ 4 ചെറിയ റിപ്പബ്ലിക്കുകളായി വിഭജിച്ചു. അവർക്ക് പരസ്പരം വ്യാപാരം നടത്താനോ സൈന്യത്തെ നിലനിർത്താനോ അനുവാദമില്ലായിരുന്നു. എന്നാൽ മാസിഡോണൻ ജനതയുടെ സ്വാതന്ത്ര്യദാഹം കെട്ടടങ്ങിയില്ല. ക്രിസ്തുമുൻ 150-ൽ താൻ പേർഷ്യസിന്റെ മകനാണെന്ന് അവകാശപ്പെട്ട ആൻഡ്രിസ്കസ് എന്നൊരാൾ ഒരു വലിയ കലാപത്തിന് നേതൃത്വം നൽകി. 4-ാം മാസിഡോണിയൻ യുദ്ധം എന്നറിയപ്പെട്ട ആ പോരാട്ടത്തിൽ റോം വീണ്ടും വിജയിച്ചു. ഇത്തവണ അവർക്ക് ദയുണ്ടായിരുന്നില്ല. ക്രിസ്തുമുൻ 148-ൽ മാസിഡോൺ ഒരു റോമൻ പ്രവിശ്യയായി പ്രഖ്യാപിക്കപ്പെട്ടു. 2 വർഷത്തിനുശേഷം റോമിന്റെ ആധിപത്യത്തിനെതിരെ ഗ്രീസിലെ അഖേയൻ ലീഗ് നടത്തിയ കലാപവും ക്രൂരമായി അടിച്ചമർത്തപ്പെട്ടു. അതിന്റെ ശിക്ഷയായി ഗ്രീസിലെ ഏറ്റവും സമ്പന്നവും പുരാതനവുമായ നഗരങ്ങളിലൊന്നായ കൊരിന്തിനെ റോമൻ സൈന്യം പൂർണ്ണമായി നിലംപരിശാദിച്ചു. അവിടുത്തെ പുരുഷന്മാരെ കൊന്നൊടുക്കി സ്ത്രീകളെയും കുട്ടികളെയും അടിമകളാക്കി വിൽക്കുകയും ചെയ്തു. അതൊരു സന്ദേശമായിരുന്നു. റോമിനെ എതിർക്കുന്ന ആരുടെയും വിധി ഇതുതന്നെയായിരിക്കുമെന്നു ലോകത്തോടുള്ള പ്രഖ്യാപനമായിരുന്നു അത്. അങ്ങനെ 1 നൂറ്റാണ്ടോളം നീണ്ടുനിന്ന രക്തരൂക്ഷിതമായ പോരാട്ടങ്ങൾക്കൊടുവിൽ ഗ്രീസും മാസിഡോണിയും റോമിന്റെ കാൽക്കിൽ കീഴായി. പ്ലാറ്റോയുടെയും അരിസ്റ്റോട്ടലിന്റെയും നാട്, അലക്സാണ്ടറിന്റെയും ഫിലിപ്പിന്റെയും സാമ്രാജ്യം ഒരു വലിയ സാമ്രാജ്യത്വ ശക്തിയുടെ പ്രവിശ്യകൾ മാത്രമായി മാറി. ചരിത്രത്തിന്റെ ഒരു യുഗം അവസാനിക്കുകയും റോമിന്റെ യുഗം ആരംഭിക്കുകയും ചെയ്തു.